ദാസൻ നമ്മുടെ മധ്യത്തിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കും. വിശേഷമായ അവസരത്തിലായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന ദാസൻ കുടുംബം സന്നിധരായിരിക്കുന്ന ദൈവമക്കൾ നിങ്ങളെല്ലാവരെയും ഓർത്ത് കർത്താവ് മഹത്വം പറയുന്നു. ശുശ്രൂഷിക്കുന്നതിനോടൊപ്പമായിരിക്കാൻ കഴിയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. എല്ലാവരെയും എൻ്റെ വന്ദനം അറിയിക്കുന്നു. ശുശ്രൂഷ അവസരങ്ങൾക്കായി സ്തോത്രം. അല്പനേരം ദൈവവചനത്തിൻ്റെ കേൾവിയുടെ അടുക്കിലേക്ക് നമുക്ക് പോകാം. എബ്രായർക്ക് 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ദൈവസന്നിധിയിൽ അല്പനേരം അവിടുത്തെ വചനത്തിന് മുൻപിലാകും. ദൈവം ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കുകയും ദൈവം ഞങ്ങളോട് അവിടുത്തെ ഹിതം അറിയിക്കുകയും ചെയ്യുവാൻ വചനം അതായിരിക്കുന്നത് പോലെ ഗ്രഹിപ്പാനുള്ള വിശേഷപ്പെട്ട തരങ്ങൾ, വചനം എന്തായിരിക്കുന്നുവോ അതുപോലെ ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്ക് ദൈവം വചനത്തിന് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളുടെ പേരും ദൈവം ഇന്ന് രാത്രി ഞങ്ങൾക്ക് ജയം തരണമേ. പ്രാർത്ഥനകനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. എബ്രായലേഖനം 8-ാം അധ്യായത്തിൻ്റെ 6-ാമത് വാക്യം. അവനോ വിശേഷതയേറിയ വാഗ്ദത്തം. ഇന്ന് രാത്രി ചിന്തിക്കുന്ന ഒരു പദം അവിടെയാണ്, വിശേഷതയേറിയ വാഗ്ദത്തം. അടുത്തത് വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിൻ്റെ മധ്യസ്ഥനാകയാൽ. അടുത്തത് വിശേഷതയേറിയ ശുശ്രൂഷ. ഈ രണ്ട് വാക്കുകളെയാണ് ഇന്ന് രാത്രി അല്പനേരം ദൈവസന്നിധി നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാൻ പോകുന്നത്. 10-20 രാത്രിയാണ് നിങ്ങൾ തുടർച്ചയായിട്ട് ദൈവവചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേട്ട് ഒരു പരിധി വരെ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഊപ്പാട് വന്നെന്ന് വേണം പറയാൻ. പ്രസംഗം കേട്ട് ആകെ ഒരു ലഹരിയിലായിരിക്കുന്ന ഒരു സമയമായിരിക്കാം ഉപവാസ പ്രാർത്ഥനയായതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. കുറഞ്ഞ പക്ഷേ ഒരു ദിവസം 2 പ്രസംഗം, ലളിതമായിട്ടാണെങ്കിൽ 2 പ്രസംഗത്തിനും കൂടെ ഒരു 1.5 മണിക്കൂർ വെച്ചാണെങ്കിൽ 3 മണിക്കൂറോളം ഒരു ദിവസം ദൈവവചനം കേൾക്കുക. എന്തായാലും ആൾക്കാരൊക്കെ വന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുമുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നല്ലൊരു ആത്മീയ വിരുന്ന് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഗുണവും അനുഗ്രഹവും നമുക്ക് ഉണ്ടാവാൻ കഴിയട്ടെ. പ്രസംഗിക്കുക എന്ന് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ ഭയമുള്ളൊരു കാര്യം, പേടിയുണ്ട്. എപ്പോഴും പ്രസംഗിക്കാനൊരു പേടിയുണ്ട്. 2, പ്രസംഗിക്കുക എന്നുള്ളതൊരു പിടിപ്പത് പണിയാണ്. പ്രത്യേകിച്ച് വചനം അറിയാവുന്ന പെന്തിക്കോസ്തുകാരോട് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് പോയൊരു വേർപാടുകാരുടെ ഒരു യോഗത്തിൽ പ്രസംഗിക്കേണ്ടി വന്നു. യോജിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പാടുവിട്ടുപോയി. അവിടെ നിന്ന് ഒരു മണിക്കൂർ പ്രസംഗിച്ച് തീർക്കാൻ. കാരണം ഒരു കോളേജാണ്, കുറേ വേദാധ്യാപകരും ഒക്കെയുള്ള ഒരു സദസ്സാണ്. ഭയങ്കര പാടാണ് വേദപുസ്തകം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ. പരമാർത്ഥമായി നിന്ന് ദൈവവചനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാടാണ്. നിങ്ങളോടും ദൈവവചനം പ്രസംഗിക്കുന്നത് പാടാം എന്നതിൻ്റെ വിശ്വാസം. കാരണം നിങ്ങൾക്ക് നന്നായിട്ട് ദൈവവചനം അറിയാവുന്നവരാണെന്ന വിശ്വാസത്തിന്
നമ്മൾ നന്നായി ദൈവവചനം അറിയേണ്ട ഒരു കാലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. വളരെ ഗൗരവത്തോടെ നമ്മുടെ അനുഗ്രഹങ്ങളെ ആകമാനം സാധൂകരിക്കുന്ന ദൈവവചനത്തെ വളരെ ഗൗരവമായി പഠിക്കാനും ചിന്തിക്കാനും ഇതിനകത്ത് ഒത്തിരി ബഹളങ്ങൾക്കെല്ലാം അപ്പുറം നമ്മുടെ നിർമ്മല മനസാക്ഷിയോട് വളരെ സാധകാത്മകമായി ദൈവവചനം ശാന്തമായി ഇടപെടത്തക്കവണ്ണം വചനത്തോടൊപ്പം പോകാൻ നമുക്ക് കഴിയണം. ഇന്ന് രാത്രി ഞാൻ എടുത്ത പ്രസംഗ വിഷയം നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഒരു ചിന്തയായതുകൊണ്ട് വളരെ പ്രയാസമുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെ പ്രയാസമുള്ള നിങ്ങൾക്ക് ആ വാക്യം വായിച്ചപ്പോഴേ മനസ്സിലായത് പെട്ടെന്ന് ചാടി ഒരു വിശദീകരണത്തിലേക്ക് പോകാവുന്ന ഒരു വാക്യമല്ല. എബ്രായ ലേഖനം പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യത ഇത്ര സവിസ്തരം പറയുന്ന ഒരു പുതിയ നിയമ ഗ്രന്ഥം ഇല്ലവേ ഇല്ല എന്ന് വേണം പറയാം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ പഞ്ചഗ്രന്ഥങ്ങൾ ഒരു വിശ്വാസിക്ക് പഠിക്കണമെങ്കിൽ, പുതിയ നിയമ വിശ്വാസിയുടെ കാര്യമാണ് പറയുന്നത്, ആ വ്യക്തി നിർബന്ധമായും എബ്രായ ലേഖനം പഠിച്ചിരിക്കുന്നു. ഇനി മറിച്ച് പറയാം, എബ്രായ ലേഖനം ഒരു വ്യക്തി പഠിക്കണമെങ്കിൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 ഗ്രന്ഥങ്ങളും സവിസ്തരം വായിച്ചവർക്ക് മാത്രമേ എബ്രായ ലേഖനത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇത് പരസ്പര പൂരകങ്ങളായി 2 ഭാഗം, ഒരു പക്ഷിയുടെ 2 ചിറക് പോലെ പഴയ നിയമത്തെ മുഴുവൻ ഗ്രസിച്ച് നിൽക്കുന്ന, വളരെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തിന്റെ ലേഖകനെ കുറിച്ചുള്ള തർക്കവിതർക്കങ്ങൾ ഉള്ളതുകൊണ്ട് അത് തെളിയിക്കാൻ ഞാൻ ഇന്ന് രാത്രി സംസാരിക്കുന്നില്ല. സ്ലീഹനായ പൗലോസാണ് അതിന്റെ എഴുത്തുകാരനെന്ന് അഭിമിത പണ്ഡിത പക്ഷം. പക്ഷേ എബ്രായ ലേഖനം 1-ാം അധ്യായം തൊട്ട് 13-ാം അധ്യായം വരെ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യത അക്കമിട്ട് പറയുകയാണ്. 1-ാം അധ്യായത്തിൽ യേശു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനെന്നും, 2-ാം അധ്യായത്തിൽ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനെന്നും, 3-ാം അധ്യായത്തിൽ മോശയെക്കാൾ ശ്രേഷ്ഠനെന്നും, 4-ാം അധ്യായത്തിൽ യോശുവയേക്കാൾ ശ്രേഷ്ഠനെന്നും, 1 തൊട്ട് 4 വരെ അധ്യായങ്ങൾ പഴയ നിയമത്തിന്റെ ആ മഹാനേതൃത്വങ്ങളെ പേരെടുത്ത് പരാമർശിച്ചിട്ട് യേശു ക്രിസ്തു ഇവരെക്കാൾ വലിയവൻ എന്ന് പറയുകയാണ്. 5-ാം അധ്യായത്തിൽ യേശു അഹരോനേക്കാളും, 6-ാം അധ്യായത്തിൽ പഴയ നിയമ തത്വങ്ങളെക്കാളും, 7-ാം അധ്യായത്തിൽ മഹാപുരോഹിതനായ മൽക്കീസേദെക്കിനേക്കാളും, 8-ാം അധ്യായം നാം വായിച്ച അധ്യായം പഴയ നിയമ ഉടമ്പടികളെക്കാളും യേശു ശ്രേഷ്ഠനെന്ന് പറയുകയാണ്. 9-ാം അധ്യായത്തിൽ സമാഗമന കൂടാരത്തെക്കാൾ യേശു ശ്രേഷ്ഠനെന്നും, 10-ാം അധ്യായത്തിൽ പഴയ നിയമ യാഗങ്ങളെക്കാളും, 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരെക്കാളും, 12-ാം അധ്യായത്തിൽ ഹാബേലിനേക്കാളും ഗുണകരമായി വാദിക്കുന്ന പുണ്യാഗരക്തമായ യേശു ക്രിസ്തുവിന്റെ നിത്യരക്തത്തിന്റെ വിലയെക്കുറിച്ചും, 13-ാം അധ്യായത്തിൽ യഹൂദ മതാചാരങ്ങളെക്കാളും യേശു ശ്രേഷ്ഠനെന്ന് പഠിപ്പിക്കുന്നു. എന്താണ് യേശു 13 അധ്യായങ്ങളിലും തന്റെ സവിസ്തര ശ്രേഷ്ഠത ഈ ലേഖകൻ അക്കമിട്ട് എണ്ണി തികയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ 13 അധ്യായങ്ങൾക്കും എഴുത്തിന്റെ രചനാ പശ്ചാത്തലം നോക്കിയാൽ പാരമ്പര്യം, പൈതൃകം, മതം, ആചാരം, അനുഷ്ഠാനം, കർമ്മം തുടങ്ങി ലോകത്തിലെ ഏറ്റവും ബലിഷ്ഠ മതമെന്ന് പണ്ഡിതർ അഭിമാനിക്കപ്പെടുന്ന യഹൂദ മതത്തിന്റെ കർമാചാരങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും പടിയിറങ്ങി എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന ദൈവവചനത്തിന്റെ ആശയാധിഷ്ഠിതമായ വഴിത്താരകളിലൂടെ യേശു ക്രിസ്തുവിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം ജനം അവർ വിട്ടുപോകുന്ന ഇടത്ത് നിന്ന് കഠിനമായ പ്രതിസന്ധി നേരിടേണ്ടി വന്നു. നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്കായി പള്ളിയും പ്രമാണവും ചട്ടവും നിയമവും ആചാരവും അനുഷ്ഠാനങ്ങളും യാഗങ്ങളും പ്രമാണങ്ങളും വിട്ടിറങ്ങി ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചത് ഒരു തരത്തിൽ അബദ്ധമാണോ എന്നൊരു ചിന്ത ഉയർന്നു. ഇറങ്ങിത്തിരിച്ചത് അബദ്ധമാണോ എന്നൊരു ചിന്ത ജനത്തിന്റെ ഇടയിൽ സജീവമായപ്പോൾ, ഇറങ്ങിത്തിരിച്ചത് അബദ്ധമല്ല,
നിങ്ങളെ ഇറക്കിയ ദൈവം നിങ്ങൾ വിട്ട സമൂഹത്തെക്കാളും വലിയവനാണെന്ന് അക്കമിട്ട് പറഞ്ഞുകൊണ്ട് ഒരു വിശ്വാസി ഉറപ്പിക്കുകയാണ്. ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ദൈവ പൈതൽ ഇറങ്ങിത്തിരിപ്പ് ഒരു അബദ്ധമായി പോയോ എന്ന് തോന്നിയാൽ ഓടി വചനത്തിന്റെ അടുക്കിലേക്ക് വന്നോണം. വചനം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമാകും. എന്റെ യേശു ഇന്നുള്ള എല്ലാറ്റെക്കാളും വലിയവൻ, ശ്രേഷ്ഠനാണെന്ന് ബോധ്യമാകും. യേശു ശ്രേഷ്ഠനാണെന്ന് ബോധ്യമായാൽ എനിക്കെന്ത് ലാഭം? ലോകത്ത് ക്രിസ്ത്യ ജീവിതത്തിന്റെ സവിശേഷത അവിടെയാണ്. സ്തോത്രം. എന്തൊക്കെ ക്രിസ്തുവിനുണ്ടോ, ക്രിസ്തുവിനുള്ളതിനെല്ലാം ഒരവകാശം പറ്റുന്ന ഒരു ജനം ഉണ്ടെങ്കിൽ, അങ്ങനാണെങ്കിൽ എന്ത് ക്രിസ്തുവിനുണ്ടെന്ന് അറിഞ്ഞാൽ മതി. അതാ നമ്മുടെ ഭാഗ്യം. അതിനായി പുസ്തകം പഠിക്കണം എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്നറിയാൻ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊക്കെ ഞാനൊക്കെ നിങ്ങൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ കാലം പറ്റത്തില്ല, ഈ പിള്ളേരുടെ കാലം പറ്റത്തില്ല. ഞാനൊക്കെ ഡിഗ്രി PG ഒക്കെ പഠിക്കുന്ന കാലത്ത് റിസൾട്ട് അറിയാൻ വേണ്ടി കോളേജ് പോകേണ്ട കാലമുണ്ട്. MAക്കും BAക്കും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോൾ കോളേജ് പോകണം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വിളിച്ച് ചോദിക്കുമ്പോൾ നമ്പർ പറയും, കോളേജ് പറയും, എഴുതിയ സമയം പറയുമ്പോൾ നമ്മുടെ ഹാൾ ടിക്കറ്റ് നമ്പർ നോക്കിയിട്ട് ആള് ജയിച്ചോ തോറ്റോ എന്ന് പറയും. ഇന്നെല്ലാം ഇങ്ങനെ ഓൺലൈനിലൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റും. ഈ റിസൾട്ട് നോക്കാൻ പോയി ജയിക്കുന്ന ഒരാളിനെ കണ്ടെത്തുന്ന ഒരു രീതി പഴയ കാലഘട്ടത്തിൽ, പഴയ നിയമം വെച്ച് ഞങ്ങളെ പോലെയുള്ളവരുടെ കാലഘട്ടത്തിൽ ഒരാള് ജയിച്ചോ തോറ്റോ എന്ന് അറിയാൻ വേണ്ടി നടത്തുന്ന ഒരു നീക്കം ഉണ്ടായിരുന്നു. അതിനൊരു മെത്തേഡ് ഉണ്ടായി. ഞാൻ പറഞ്ഞു വരുന്ന വേദഭാഗത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇന്നത്തെ കാലം, നമ്മളിപ്പം പറഞ്ഞു വരുന്ന വചനത്തോടെ ആ കാലത്തെ അങ്ങ് ചേർത്ത് പറയട്ടെ. ഒരു ദൈവ പൈതലിനെ, ഞാനിപ്പോ പറഞ്ഞു വന്ന ചിന്ത നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഒരു ദൈവ പൈതൽ ക്രിസ്തുവിന് എന്തുണ്ടോ അത് എനിക്കുണ്ട് എന്നറിയണമെങ്കിൽ ക്രിസ്തുവിന് എന്തുണ്ടെന്ന് നമുക്കറിയണം. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ പഠിക്കുന്ന പിള്ളേരുടെ കാര്യം പറയാം. നമ്മൾ ഈ പഠിക്കാൻ അന്ന് റിസൾട്ട് നോക്കാൻ പോകുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്തറിയാമോ? നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കുന്ന ഒരു കാര്യമുണ്ട്, ആരൊക്കെ എൻ്റെ കൂടെ എഴുതിയൊരു തോറ്റു. അപ്പൊ നോക്കിയപ്പം മൊത്തം തോറ്റെങ്കിൽ നമുക്കൊരു ആശ്വാസം. റിസൾട്ട് വന്നു. എന്നിട്ട് ആരും ജയിച്ചില്ലേ? ഇല്ലെന്ന് ആരും. അപ്പം അത് ആരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാ? കടോൽക്കജനായ അപ്പന്റെയും അമ്മയുടെയും മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ഏക പിടിവള്ളിയാണ് പിള്ളേരുടെ. ആരും ജയിച്ചില്ലേടാ? ഇല്ല, ആരും ജയിച്ചില്ല. എന്താ? എല്ലാവരും തോറ്റെന്ന കൂട്ടത്തിൽ ഞാനും തോറ്റെന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമാ, ഒരു സായുജ്യമാ. ഒരു പരിധി വരെ നമ്മുടെ തോൽവിയുടെ ആ കയ്പ് നമ്മൾ മറയ്ക്കുന്നത് എവിടെയാണെന്നറിയാമോ? മറ്റൊരുത്തൻ തോറ്റതിന്. സ്തോത്രം. നമുക്ക് പൊതുവേ ഉള്ള ഒരു കാര്യം, വേറൊരുത്തന്റെ നഷ്ടമാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷെ പുസ്തകം പഠിപ്പിക്കുന്ന എന്തെന്നറിയാമോ? നിനക്കെന്തുണ്ടാവുമെന്ന് നീ അറിയേണ്ടത് ദൈവസന്നിധിയിലാണ്. നിനക്കെന്തുണ്ടാവണം? നീ ആരാ? നിനക്കെന്തുണ്ടാവണമെന്ന് അറിയണമെങ്കിൽ മറ്റൊറ്റ ഒരാളുടെ മാത്രം നോക്കിയാൽ നിനക്കെന്തുണ്ടാകുമെന്ന് അറിയും. അതാരാന്നറിയാമോ? യേശുവിന് എന്തുണ്ടെന്ന് നീ ഇന്ന് രാത്രി അറിയും. യേശുവിനുള്ളതിനെല്ലാം ഒരവകാശം നിനക്കുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, യേശുവിന് സ്വർഗമുണ്ടെങ്കിൽ എനിക്കും സ്വർഗമുണ്ട്. എന്നാ പാസ്റ്റർ ഇത്രയും തറപ്പിച്ച് പറയാൻ ചോദിച്ചാൽ, ക്രിസ്തു ഞാനും തമ്മിലുള്ള വേദപുസ്തക ബന്ധത്തിൽ ഒരു വിശദീകരണം എന്താണെന്നറിയാമോ? ഞാനും യേശുവും സഹോദരന്മാരാണ്. സ്തോത്രം. ശുദ്ധീകരിക്കപ്പെടുന്നവനും ശുദ്ധീകരിക്കുന്നവനും പിതാവ് ഒരുവൻ. എന്റെയും യേശുവിന്റെയും അപ്പൻ ഒരാളായിട്ട് നിൽക്കുന്നെങ്കിൽ അപ്പനുള്ള അംശം അവൻ 2 മക്കളുണ്ടെങ്കിൽ തുല്യമായി വീതിക്കുമെങ്കിൽ, എഫേസ്യ ലേഖനം പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ ക്രിസ്തുയേശുവിന് കൂട്ടവകാശികളായി മാറിയിരിക്കുക. എന്ന് വെച്ചാൽ കർത്താവിന് എന്തുണ്ടോ അത് എന്റേതുമാണെന്ന ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചാൽ, യേശുവിനുള്ളത് എന്റേതും ഉള്ളതാണെന്ന് ഒരു ഉറപ്പിന്ന് രാത്രി നമ്മൾ കരഗതമാക്കിയാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണാൻ പറ്റും. എന്റെ യേശുവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. 33.5 വയസ്സ് ഈ ലോകത്ത് ജീവിച്ചിട്ടും ഇവിടെ ഒന്നും നേടാൻ നിൽക്കാതെ തന്റെ രാജ്യം ഐഹികമല്ലാകയാൽ ഇവിടെ നിന്ന് തന്നെ ഭരണകർത്താവാക്കും എന്ന് കരുതിയപ്പോൾ ജനത്തിന്റെ, നമുക്കറിയാം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് നമ്മളെ ഉണർത്തി ചിന്തിപ്പിക്കുന്ന ഒരു പ്രസംഗമല്ലേ? യേശു
അത് ചെയ്തു കഴിഞ്ഞപ്പോൾ യേശു പെട്ടെന്ന് മലയിൽ കയറി. യോഹന്നാൻ മാത്രമേ അതിന് കാരണം എഴുതിയിട്ടുള്ളൂ. പുസ്തകത്തിലെ 4 സുവിശേഷകന്മാരിൽ രേഖപ്പെടുത്തിയ ഏക അത്ഭുതമാണത്. ഏത്? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ അത്ഭുതം. അത് 4 സുവിശേഷം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 സുവിശേഷങ്ങളിലും സവിസ്തരം പറയുന്ന ആ അത്ഭുതം നമ്മൾ പഠിച്ചാൽ അതിനകത്ത് യോഹന്നാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പറയുന്നു യേശു ജനത്തെ, ശിഷ്യന്മാരെ പെട്ടെന്ന് അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു എന്ന് പറയുമ്പോൾ യോഹന്നാൻ മാത്രം അതിന്റെ കാരണം പറയുന്നുണ്ട്. എന്താ യോഹന്നാൻ അതിന് കാരണം എന്നറിയാമോ? ഇവൻ 5 അപ്പം 5000 പേർക്ക് കൊടുപ്പിച്ചപ്പോഴത്തേക്ക് യഹൂദന്മാർ വന്ന് പറഞ്ഞടാ, ഇവനാ നമ്മുടെ രാജാവ്, രാജാവാക്കാൻ വേറെ ആരെ തിരയണ്ട, ഇവനാണ് രാജാവെന്ന് കേട്ടപ്പം ഉടനെ കർത്താവ് അവരുടെ നിന്ന് മുങ്ങിയത് എങ്ങനെയാണെന്നറിയാമോ? മലയിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിക്കാനായിട്ട് പോയി. നോക്കൂ, അവൻ ഈ ലോകത്ത് രാജകസാര വിളിച്ചു വരുത്താൻ ജനം തയ്യാറായപ്പോൾ അതിന് വഴങ്ങാതെ നിന്ന ഒരുവൻ എന്റെ യേശുവാണെങ്കിൽ അതിന് കാരണമുണ്ട്. താൻ പറയുന്നു, ഈ രാജ്യം ഐഹികമായി എന്റേതല്ല, എനിക്കൊരു സ്വർഗമുണ്ട്, ഇത് ഞാൻ സ്വന്തമാക്കുന്ന ഒരു കാലം വരും. അന്ന് ഞാൻ വരുമ്പോൾ അവനോടൊപ്പം എന്നെയും കൊണ്ടുവന്ന് നമ്മൾ ഒന്നിച്ചിവിടെ വാഴുന്ന ഒരു കാലമല്ലാതെ അവൻ ദൈവം ഇവിടെ ആരുടെയും രാജാവാകാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി അറിയൂ, കർത്താവിന് എന്തുണ്ടോ അത് എന്റേതുമാണെന്ന് തിരിച്ചറിയുന്നത് ദൈവമക്കളെ ക്രിസ്ത്യ ജീവിതം. എബ്രായ ലേഖനം എഴുതാനുള്ള കാരണം എന്തെന്നറിയാമോ? പള്ളി, പ്രമാണം, ആചാരം, അനുഷ്ഠാനം, പഴയ നിയമയാഗങ്ങൾ, പഴയ നിയമ പൗരോഹിത്യം തുടങ്ങി സമൂഹത്തിലെ, ലോകത്തിലെ ഏറ്റവും ബലിഷ്ഠ മതമെന്ന് പണ്ഡിത അഭിപ്രായമുള്ള യഹൂദ മതത്തിന്റെ കർമാചാരങ്ങൾ വിട്ടിറങ്ങിയ അവൻ ദൈവമക്കൾ നേരിട്ട പ്രതിസന്ധികളുടെ പെരുമഴകളുടെ നടുവിൽ ഒരു താങ്ങായി നിർത്തുവാൻ ശ്രീകനായ പൗലോസിനെ ദൈവാത്മാവ് ഉയർത്തിക്കൊണ്ട് 13 അധ്യായങ്ങളിലും യേശു ക്രിസ്തു ആരാണെന്ന് ഉറക്കെ 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 പറയുകയായിരുന്നു. യേശു ആരാണെന്ന് ഉറക്കെ പറഞ്ഞാൽ എനിക്കെന്ത് ലാഭമെന്ന് ചോദിച്ചാൽ യേശു ആരാണോ അതിൽ ഒരു അവകാശം എനിക്കുമുള്ളതാണെന്ന് വരത്തക്കവണ്ണം യേശുവിനുള്ളത് എന്റേതുമാക്കുന്ന ഒരു ജീവിത നന്മയുണ്ടെങ്കിൽ ഇന്ന് രാത്രി എന്തുകൊണ്ടാ കർത്താവിന്റെ സന്നിധി നീ വരാൻ ദൈവം നിന്നെ നിർബന്ധിക്കുന്നതെന്നറിയാമോ? എന്തുകൊണ്ടാ നീ പാടാൻ ദൈവം നിന്നെ നിർബന്ധിക്കുന്നതെന്നറിയാമോ? എന്തുകൊണ്ടാ പ്രാർത്ഥിക്കാൻ ദൈവം നിന്നെ നിർബന്ധിക്കുന്നതെന്നറിയാമോ? യേശുവിനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതുകൊണ്ടാ പറയുന്നത്, ഇന്നൊരു ഭക്തൻ മരിക്കട്ടെ, അവന്റെ പദവി എവിടോട്ടാണെന്നറിയാമോ? പരദേശി എന്ന പേര് മാറ്റിയിട്ട് അവൻ ഇട്ടിരിക്കുന്ന ഒരു പേരുണ്ട്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ. നോക്കൂ, അവൻ ഇവിടത്തെ വാസം തീർന്നാൽ അടുത്ത യാത്ര ക്രിസ്തുവിനോട് കൂടെയാകുന്ന തരത്തിൽ ഈ ലോകത്തിൽ മാത്രമല്ല യുഗത്തിലും പരത്തിലും ദൈവത്തോടൊപ്പം നിൽക്കുന്ന ഒരു ജീവിതം ഉണ്ടെങ്കിൽ അതിൽ പരം ഭാഗ്യം വേറെന്തുണ്ട് ദൈവമക്കളെ? അതുകൊണ്ടല്ലേ ഭക്തന്മാർ പാടിയത്, അവൻ ക്രിസ്ത്യ ജീവിതം പോൽ മഹാഭാഗ്യം പാരിൽ വേറെ എന്തുള്ളൂ. അവൻ ജീവിതത്തിൽ ക്രിസ്ത്യ ജീവിതത്തിന്റെ മഹാത്മ്യം കാണാൻ അവൻ ശ്ലീഹനായ പൗലോസ് ലേഖനത്തിലൂടെ ദൈവജനത്തോട് പറയുകയാ. അതിനകത്ത് 1, 2, 3, 4, 5, 6, 7 അധ്യായങ്ങളിൽ മോശ തുടങ്ങി, യോശുവ തുടങ്ങി, മൽക്കീസേദെക്ക് തുടങ്ങി ജീവിതത്തിൽ യഹൂദ മതം കണ്ട ശ്രേഷ്ഠതയുള്ള വരേണ്യ പണ്ഡിത മഹത്വകരമായ ഒരു യശസ്വീരന്മാരായ നിരവധി പേരുടെ ചരിത്രങ്ങൾ പറഞ്ഞ് ഓരോ അധ്യായത്തിലും ഓരോരുത്തരെ കാട്ടിക്കൊടുത്തിട്ട് പറയുകയാ. നമ്മൾ വായിച്ച 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു. ഈ അധ്യായം തുടങ്ങുന്നത് അവൻ എന്താ പറയുന്നത്? നാം ഈ പറയുന്നതിന്റെ സാരം നമുക്കൊരു മഹാപുരോഹിതൻ ഉണ്ടെന്ന് പറയുന്നു. അത് മഹാപുരോഹിതൻ ഉണ്ടെന്ന് പറഞ്ഞു വരുന്നതിന്റെ കാരണം 7-ാം അധ്യായത്തിന്റെ പിന്തുടർച്ചയായതുകൊണ്ടാണ് 8-ന്റെ 1 അങ്ങനെ പറയുന്നത്. നമുക്ക് വേണ്ടുന്ന മഹാപുരോഹിതൻ എങ്ങനെയുള്ളവനെന്ന് 7-ന്റെ 26 തൊട്ട് പറഞ്ഞു വരുമ്പോൾ 8-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ 7-ന്റെ 26 പറഞ്ഞു വരുന്നതിന്റെ ബാക്കി പറഞ്ഞു വന്നിട്ട് ഇങ്ങോട്ട് പറയുകയാ തുടങ്ങുക. നമ്മുടെ കർത്താവ് വിശേഷതയേറിയ ഒരു നിയമത്തിന്റെ അല്ല, നമ്മൾ 8-ാം വാക്യം 1 വായിച്ച, കുറിവാക്യം 6-ാം വാക്യം വായിച്ച് 8-ന്റെ 6-ാം വാക്യം വാഗ്ദത്തങ്ങളുടെ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാണ്. എന്താണ്
പുതിയ നിയമത്തിന്റെ സവിശേഷത. രാത്രി ചുരുക്കം ചില നിമിഷങ്ങൾ നമ്മൾ ദൈവത്തിൽ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പുതിയ നിയമ വിശ്വാസിയുടെ ഭാഗ്യം. ഞാൻ എന്തിനാ ദൈവമക്കളെ ഇതൊക്കെ പറയുന്നതെന്നറിയാമോ? ഒരു കാലത്ത് ദൈവജനത്തിന്റെ ഇടയിലെ പ്രധാന പ്രമേയങ്ങൾ ഇതൊക്കെയായിരുന്നു, പ്രസംഗ പ്രമേയങ്ങൾ. പക്ഷെ കാലം ഇച്ചിരി മുന്നോട്ട് ഓടിയപ്പോൾ ഈ പ്രസംഗ പ്രമേയങ്ങൾ നമ്മുടെ ഇടയിൽ നിന്നങ്ങ് മാറി. നമ്മുടെ ഇടയിൽ കുറെ ഭൗമിക വിഷയങ്ങൾ ചേക്കേറാൻ തുടങ്ങി. ഏത് പ്രസംഗം പറഞ്ഞാലും അതിന് ഒരു ഭൗമിക മണം കൊണ്ടു കൊടുക്കും, വ്യാഖ്യാനം കൊടുക്കും. ഞാനെന്താ ഈ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഏതോ ഒരു വീട്ടിലെ യോഗത്തിന് വന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ചൈതന്യം പ്രാപിക്കുക എന്ന് പറയുന്ന വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഓർക്കുന്നു. ഒരു ദൈവവേദിയിൽ നമുക്ക് കാണുന്ന ഭൗമിക വിഷയങ്ങളുടെ വിടുതലുണ്ട്, അത് സെപ്പറേറ്റ്, അത് വേറെയാണ്. നീ പ്രാപിക്കേണ്ട ആത്മിക വിടുതലുണ്ട്, അത് വേറെയാണ്. സ്തോത്രം. ചില ഭൗമിക വിഷയം നിങ്ങൾ പ്രാർത്ഥിച്ചു നേടിയാലും, നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ച് ഉപവസിച്ച് നേടിയെന്ന് വെച്ച് ഒരു IPS പദവി 58ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് ഉണ്ട്. അതോ ഞാൻ പ്രാർത്ഥിച്ച് നേടിയതാ പാസ്റ്ററെ, ഞാൻ റിട്ടയർഡ് ആകണോ ഇല്ലയോ എന്ന് ഞാൻ തീരുമാനിക്കാൻ പറ്റത്തില്ല. അതിനൊരു റിട്ടയർമെന്റ് കാലമുണ്ട്. ഈ ലോകത്ത് നിങ്ങൾ പ്രാപിക്കുന്ന ഏത് ഭൗമിക വിഷയത്തിനും ഒരു അറുതിയുടെ കാലമുണ്ട്. എന്നാൽ നീ പ്രാപിക്കുന്ന ആത്മിക വിഷയത്തിനുണ്ടല്ലോ, അതിനൊരു റിട്ടയർമെന്റ് ഇല്ല. ഞാൻ തെളിയിച്ച് സംസാരിക്കാനായിട്ട് മെനക്കെടുന്നില്ല. ഞാൻ ഒന്ന് പറയാം, നീ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ പ്രാപിക്കുന്ന അനുഗ്രഹത്തിന്റെ അവൻ ദൈർഘ്യത പുസ്തകത്തിൽ പറയുന്നുണ്ട്, 1000 തലമുറ എന്ന് വെച്ചാൽ. എന്നാൽ നിങ്ങൾ ആരെങ്കിലും പ്രാപിച്ചെടുക്കുന്ന ഭൗമിക നന്മ അത് നിങ്ങളുടെ അനന്തര തലമുറ അനുഭവിക്കണമെന്ന്, അതേ തലത്തിൽ അനുഭവിക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഈ പുസ്തകത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. അബ്രഹാം വിതച്ചു, അബ്രഹാം ജീവിച്ചു, ഇസഹാക്ക് പുറകെ വന്നു, യാക്കോബ് പുറകെ വന്നു. പക്ഷേ അബ്രഹാം പോയതുപോലെ, അബ്രഹാം ജീവിച്ചതുപോലെ ദൈവം ഇസഹാക്കിനെ വളർത്തിയില്ല. ഇസഹാക്ക് പോയതുപോലെ ദൈവം യാക്കോബിനെ വളർത്തിയില്ല. എന്താ കാരണമെന്നറിയാമോ? അവരുടെ ജീവിതത്തിൽ അവരവർക്ക് വേണ്ടുന്ന വ്യത്യസ്തത തരാൻ ദൈവത്തിന് കഴിയും. ഞാനിത് രാത്രി നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ അന്ന് അനങ്ങാതെ നിങ്ങളെ ഒന്ന് ഇളക്കാൻ വേണ്ടി വേണമെങ്കിൽ ഈ ഇതിനകത്ത് കുറെ ഭൗമിക വിഷയങ്ങൾ കൊണ്ട് കുത്തിക്കയറ്റാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നതിന്റെ കാരണം എന്നറിയാമോ? ജീവിതത്തിൽ ദൈവം നിനക്ക് നൽകുന്ന നന്മകളുടെ ഉറവിടങ്ങളെ നീ മനസ്സിലാക്കണം. അതിൽ പ്രധാനം ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധമാണ് കിടക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം ഇല്ലെങ്കിൽ, ഞാൻ ആ വചനത്തെ അങ്ങനെ ഒന്ന് തുടങ്ങി വെച്ചോട്ടെ, ഞാൻ ആ ഭാഗത്ത് തുടങ്ങട്ടെ. പലപ്പോഴും നമുക്ക് നമ്മുടെ വിടുതലാ വിഷയം, ദൈവത്തിന് വിടുതലല്ല വിഷയം. വിടുതലിനേക്കാൾ നീ ദൈവത്തിൻ്റെതാകുന്നതാ ദൈവത്തിന് വിഷയം. സ്തോത്രം. നീ കഴിച്ച ആഹാരമോ, നീ കിടന്ന സ്ഥലമോ, നീ പാർക്കുന്ന ഇടമോ, നീ ധരിച്ചിരിക്കുന്ന വസ്ത്രമോ, നീ ആയിരിക്കുന്ന ഇടമോ അല്ല ദൈവത്തിന് വലുത്. ദൈവത്തിന് വലുത് അവിടെ നീ ദൈവത്തിൻ്റെതാണോ എന്നുള്ളതാ ദൈവത്തിന് വലുത്. ഞാൻ ഒന്നുകൂടെ പറയാം, നീ കഴിച്ച ആഹാരം മുന്തിയതാകാം, നീ കിടക്കുന്ന ഇടം പവിത്രമാകാം, നിന്റെ പേരിന്റെ പിറകിൽ ചരിത്രമുണ്ടായേക്കാം, ഒത്തിരി സാക്ഷ്യമുണ്ടായേക്കാം. ഇതൊന്നുമല്ല ദൈവത്തിന് വലുത്. ദൈവത്തിന് വലുത് ഇതെല്ലാം പറയുന്ന നിനക്ക് ദൈവവുമായി ബന്ധമുണ്ടോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. ദൈവവുമായി ബന്ധമില്ലെങ്കിൽ ദൈവത്തിന് ഇന്ന് രാത്രി പ്രധാനം ആ ബന്ധം സ്ഥാപിക്കല. എന്താ പാസ്റ്ററെ അതിന്റെ പിന്നിൽ രഹസ്യം? ഞാൻ അങ്ങനെ പോയാൽ മാറുമെങ്കിലും ഞാൻ ഈ വചനത്തെ ആ വഴിക്കൂടെ ഒന്ന് കൂട്ടി ഇണക്കിക്കോട്ടെ. നിങ്ങളൊന്ന് ഓടിവാ, പെട്ടെന്ന് വാ. ഞാൻ ആ പറഞ്ഞ ഭാഗം ഒന്ന് തെളിയിച്ച് സംസാരിച്ചോട്ടെ. അവൻ 1 ശമൂവേലിന്റെ പുസ്തകം ഓടിവാ. 1 ശമൂവേലിന്റെ പുസ്തകം 1 അധ്യായം 2-ാം അധ്യായം 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം പെട്ടെന്ന് വായിച്ചു. അമ്മ ക്ഷമിക്കണമേ, 6-ാം വാക്യം തൊട്ട്. യഹോവ പിന്നെയും എഴുന്നേറ്റു ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞില്ല. നമ്മൾ ദൈവത്തെ നമ്മുടെ കൊച്ചറിയുന്നോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. അവൻ കിടന്ന് ഉറങ്ങിയോ എന്നുള്ള നമ്മുടെ വിഷയം. യഹോവയ്ക്ക് അതല്ല വിഷയം. ഇവൻ കിടന്ന് ഉറങ്ങിയോ എന്നുള്ളതല്ല, ഇവൻ എന്നെ അറിഞ്ഞോ എന്നുള്ളതാണ് വിഷയം. നമ്മൾ ഓർക്കുന്നത് എന്തുവായിരുന്നു, കൊച്ചു ചിരിഞ്ഞും മലഞ്ഞും കിടക്കുന്നു, അവന് ഇനി നാളെ വരയുടെ ഗുളിക മേടിച്ചു കൊടുക്കണമെന്ന് തോന്നുന്നു, എന്നാൽ ഡോക്ടറെ കാണിക്കണം, ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണമെന്ന്. നീ ശ്രദ്ധിച്ചായിരുന്നോ? നീ അവൻ ഇന്നലെ വന്ന് കാപ്പി കുടിച്ചില്ല,
ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കഴിച്ചോ കുടിച്ചോ എന്നൊക്കെയാണ് നമുക്ക് നമ്മുടെ പിള്ളേരെ കുറിച്ചുള്ള ചിന്ത. കർത്താവിന്റെ ചിന്ത അവൻ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ശമൂവേലിന്റെ പേരിന്റെ അർത്ഥം തന്നെ എന്താ പറഞ്ഞ ശമൂവേലിന്റെ പേരിട്ടെ? യഹോവ. ഞാൻ ദൈവത്തോട് ചോദിച്ചു മേടിച്ചു. അപ്പൊ അവന്റെ പേരിനകത്ത് വരെ ദൈവം കിടക്കുക. പാസ്റ്റേ, ഓ ഇത്രയും അറിയാവുന്നവന് ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ സാരമില്ല. ദൈവം പറയും സാരമുണ്ട്. നമ്മുടെ ഈ പേരിനകത്ത് ദൈവം ഉണ്ടെന്ന് വരുമ്പോഴത്തേക്ക് പിള്ളേർക്ക് പേരിടത്തില്ലേ? ഗോഡ്സ്. എന്ത് നല്ല ഇവിടെ അങ്ങനെ പിള്ളേരുണ്ടോ? സ്വത്രം ഉള്ളവർക്കായി സ്വത്രം അല്ലേ? ഗോഡ്സൺ, ഗ്ലാഡ്സൺ ഇങ്ങനെയൊക്കെയുള്ളത് നമ്മുടെ പെന്തിക്കോസിന്റെ പവിത്ര പേരുകളാണ്. ഗോഡ്സൺ, ഗ്ലാഡ്സൺ കൊള്ളാം, നല്ല പേരാ. ഞാൻ ചോദിച്ചിട്ട് ഈ പേര് നല്ലതാ. ഞാൻ ആ പേരിന് ഒട്ടും വിമർശിച്ചതല്ല. അവൻ അങ്ങനെ ആ പേരിനായി സ്തോത്രം. പേരിടാനുണ്ടായ ആർജവത്വത്തിനും ആത്മീയ ദർശനത്തിനുമായി സ്തോത്രം. പക്ഷെ ഞാൻ ഇന്ന് രാത്രി പറയുന്നത്, ശമൂവേലിന്റെ പേരിന്റെ ചരിത്രത്തിൽ കിടക്കുന്നത് യഹോവയോട് ചോദിച്ചു മേടിച്ചെന്ന. ഇനി അവൻ കിടക്കുന്നത് എവിടാന്നറിയാമോ? വിളക്ക് കെടുക്കും മുമ്പ് ആലയത്തിലാണ്. അവൻ കഴിക്കുന്ന ചാപ്പാട് എന്താണെന്നറിയാമോ? നമ്മൾ കഴിക്കുന്ന പോലെ പുഴുക്കനരിയും റേഷനരിയും അവൻ 28 രൂപയുടെ ദയരിയൊന്നുമല്ല. അവൻ കഴിക്കുന്ന യാഗത്തിന് കൊണ്ടുവരുന്ന ഏറ്റവും മൂലമില്ലാത്ത ഭക്ഷണം കഴിച്ചു വളർന്ന ചെറുക്കനാണ്. കാരണം അവൻ വളരുന്നത് പുരോഹിതന്റെ വീട്ടിലാണ്. പുരോഹിതന്റെ മെനു ഏതാണെന്നറിയാമോ? ടോപ്പ് മോസ്റ്റാ. സ്തോത്രം. അവൻ ധരിക്കുന്ന വസ്ത്രം എന്താണെന്നറിയാമോ? നമ്മളെ പോലെ സില്ലയിലെ ഉടുപ്പൊന്നും പോളിഷൊന്നും ഇടാൻ പറ്റുന്നില്ല. പക്ക കോട്ടനെ ഇടാൻ പറ്റും. സ്തോത്രം. അവന്റെ ആഹാരത്തിന് മെനു ഉണ്ട്, അവന്റെ വസ്ത്രത്തിന് നിയമമുണ്ട്, അവൻ കിടക്കുന്ന ഇടം പേരുള്ളതാ, അവന്റെ പേരിന്റെ പുറകിൽ ദൈവവുമുണ്ട്. പക്ഷെ ഇത്രയും പോരായോ കർത്താവേ? ദൈവം പറയും ഇതൊന്നും കാര്യമല്ലെന്ന്. ഇതൊക്കെ അവൻ ഉണ്ടായപ്പോൾ ഉണ്ടായതാ. പക്ഷെ അവനിൽ ഉണ്ടാവേണ്ട ഒന്നുണ്ട്. ഞാൻ ആരാണെന്ന് അവനൊന്ന് അറിഞ്ഞേ പറ്റൂ. ഇന്ന് രാത്രി ദൈവവേദനെ, നീ ആരാണെന്ന് ദൈവവും ദൈവം ആരാണെന്ന് നീയും അറിയുന്ന ഒരു ബന്ധം സ്ഥാപിക്കുന്നത് ക്രിസ്തീയ ജീവിതം. അത് സംഭവിക്കുന്നില്ലെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതം നഷ്ടക്കച്ചവടമാകട്ടോ. ഇന്ന് രാത്രി പറയട്ടെ, ദൈവം ആരാണെന്ന് നമ്മളും നമ്മൾ ആരാണെന്ന് ദൈവവും അറിയണം. ഞാനത് രണ്ടും ബോധപൂർവം പറഞ്ഞ വാക്കുകളാ. ഇവിടെ എന്തിനാ ഈ പുതിയ നിയമത്തിന്റെ ഈ ഭാഗത്തേക്ക് അങ്ങനെ വരുന്നറിയാമോ? 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ സവിശേഷതയേറിയ ഒരു നിയമത്തിന്റെ മധ്യസ്ഥനായി നിൽക്കുകയാ. എന്താണ് പുതിയ നിയമത്തിന്റെ സവിശേഷത? പുതിയ നിയമത്തിന്റെ സവിശേഷതയിലെ ഏറ്റവും വലിയ പ്രത്യേകത, ദൈവവും നമ്മളും തമ്മിലുള്ള വ്യക്തിഗത ബന്ധത്തിന്റെ അടിത്തട്ട് അല്ലെങ്കിൽ അതിന്റെ ആഴം വിളിച്ചു പറയുന്നത് പുതിയ നിയമത്തില. ദൈവം ആര്, ഞാൻ ആര്, ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധമെന്ത്, ഇത് തിരിച്ചറിയുന്നത് ക്രിസ്ത്യ ജീവിതം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ, അതിന് പഴയ നിയമത്തിൽ പാസത്തിനാ പിന്നെ ശമൂവേലിന്റെ കാര്യം പറഞ്ഞു ചോദിച്ചാൽ, ശമൂവേലിന്റെ കാര്യത്തിൽ ഒരു ശമൂവേൽ അറിഞ്ഞാൽ മതിയായിരുന്നു ഒരു ഇസ്രായേൽ അറിയാൻ. അതാ പഴയ നിയമത്തിന്റെ പ്രത്യേകത. ഒരു മോശ മതി 6 ലക്ഷം വരുന്ന ജനത്തിന് പോകാൻ. ഒരു ദാവീദ് മതി ഒരു ഇസ്രായേലിന്റെ ജയത്തിന്. പുതിയ നിയമത്തിൽ കഥ മറിച്ച ഞാൻ വേണം എന്റെ രക്ഷയ്ക്ക്. എന്റെ കൂടെ എന്റെ ഭാര്യയ്ക്ക് അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് നിത്യത കിട്ടത്തില്ലെന്ന്. സ്തോത്രം. എന്താ വരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ ഭാര്യയ്ക്ക് 16 കൃപാവരം ഉണ്ടെങ്കിലും അതിന്റെ പേരിൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ലെന്ന്. കാരണമുണ്ടല്ലോ, പഴയ നിയമത്തിന്റെ പ്രത്യേകത എന്തറിയാമോ? ഇവിടുത്തെ വിഷയങ്ങളാ ചൂണ്ടിക്കാണിച്ചത്. പഴയ നിയമം ഇസ്രായേലിന് എന്തോ കൊടുത്ത വാഗ്ദത്തം, കനാൻ ദേശം. അതെവിടാ? ഈ ലോകത്ത് അല്ലയോ? നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും അല്ലേ? നിങ്ങൾ ഇരിപ്പുണ്ടിട്ട് അന്ന് തോന്നുന്നു. എന്നാൽ നമുക്ക് പറഞ്ഞ സംഭവം ഈ കനാൻ എവിടാ? സ്വർഗത്തിലാ. നമ്മുടെ ഇസ്രായേലിന്റെ യെരൂശലേം ഇപ്പോഴും എവിടെ കിടപ്പുണ്ട്? ഇപ്പം നമുക്ക് പാസ്പോർട്ടും ടിക്കറ്റും കൊണ്ടല്ല അടച്ചില്ല. പക്ഷെ നമ്മുടെ പുത്തൻ യെരൂശലേമിലങ്ങ് മേളിൽ കിടക്കുക. അവിടെ പോകണമെങ്കിൽ ഇവിടുത്തെ പാസ്പോർട്ട് പറ്റത്തില്ല. അവിടെ ഇസ്രായേൽ മക്കൾക്ക് തരണമെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റിന്റെ നിയമം മതി. മതി. എന്നാൽ നമുക്കോ സ്വർഗത്തിൽ പോകണമെങ്കിലോ? സ്തോത്രം. ഇതിന്റെ അർത്ഥം മനസ്സിലായോ? അവിടെ ഒരു ശമൂവേൽ മതി ഒരു ഇസ്രായേലിനെ മുഴുവൻ ബോധവൽക്കരിക്കാൻ. അവിടെ ഒരു മോശ മതി ഒരു ഇസ്രായേലിന് മുഴുവൻ ദൈവസന്ധി വരാൻ. അവിടെ ഒരു
യോശുവ മതി ഒരു ഇസ്രായേലിന് മുഴുവൻ രക്ഷപ്പെടാൻ. എന്നാൽ പുതിയ നിയമത്തിൽ കഥ മാറി. ആമേൻ. വേദപുസ്തകം പറയുന്ന ഒരു വാക്ക്, ഞാൻ എന്റെ ദൈവവുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ദൈവസന്നിധിയിൽ കടന്നു ചെല്ലാൻ കഴിയൂ. എന്റെ ബന്ധത്തിന്റെ പേരിൽ ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്ന എന്റെ ഭാര്യയെ പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ, എന്റെ കുടുംബത്തിൽ എനിക്ക് പിറന്ന എന്റെ 2 കുഞ്ഞുങ്ങളെ പോലും എന്റെ വിശ്വാസത്തിന്റെ പേരിൽ എനിക്ക് നിത്യതയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലെങ്കിൽ, ക്രിസ്ത്യ ജീവിതത്തിൽ ബന്ധം ദൈവവുമായിട്ടുള്ളത് എത്ര സവിശേഷമാകണമെന്ന് ഇന്ന് തിരിച്ചറിയട്ടെ ദൈവമക്കളെ. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, അപ്പൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, അമ്മ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, വല്യമ്മ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഇവിടെ എന്തെങ്കിലും കിട്ടിയേക്കാം കേട്ടോ. സ്വത്രം. ഞാൻ എന്റെ കുടുംബ പ്രാർത്ഥനയ്ക്കും എന്റെ പിള്ളാരോട് പറയും, മക്കളെ കർത്താവ് വരും, കർത്താവ് വരും. ഇതുപോലൊരു രാത്രിയിലാണ് പപ്പായും മമ്മിയും പോവും, മക്കള് തന്നെയാകും. ഇങ്ങനെ കണ്ണു തുറന്നിട്ട് ഞാൻ, അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചോളൂ, മര്യാദയ്ക്ക് ജീവിച്ചോണം. കാരണം കർത്താവ് വന്നാലേ പപ്പാടെ ബേസിൽ മമ്മിയെ പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. സ്വത്രം. ഞാൻ ഓർക്ക ദൈവമക്കളെ, നമ്മുടെ പിള്ളേരോട് നമ്മൾ പറയുന്നുണ്ടോ, ട്യൂഷന് പോയിട്ട് 6:30 കൊച്ചു വീട്ടിൽ വന്നില്ലെങ്കിൽ എന്നാ വപ്പുറാണോ അറിയാമോ, ആ വാതിൽ തുറന്ന് അമ്മാമ ഇങ്ങനെ നോക്കിയിരിക്കുക. എന്താണെന്നോ ചെറുക്കൻ, ഇനി ഞാൻ പറഞ്ഞേ സ്കൂട്ടറിൽ വിടണ്ടാന്ന്, ട്യൂഷന് വിടണ്ടാന്ന്, സൈക്കിൾ കൊടുത്ത് വിടാൻ പേടി എന്ന് വെച്ചാൽ കൊച്ചെന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് ജീവിച്ച് ചാകുകയാ. ഞാനിന്ന് രാത്രി പറയട്ടെ ദൈവഭേദലേ, ഇതൊക്കെ സംഭവിക്കുന്നെങ്കിൽ നിന്റെ പ്രത്യാശയുടെ ദൈവം ഇന്ന് രാത്രി നിന്നെ വിളിച്ചാൽ, നീ പറന്നാൽ, നിന്റെ തലമുറ പറന്നില്ലെന്നൊരു ഗതികേട് വന്നാൽ അതിന്റെ ഭവിഷ്യത്ത് നിനക്കറിയാമോ? നിത്യത നഷ്ടപ്പെടുകയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. രാത്രി എനിക്ക് നിങ്ങളോട് പറയാം, ദൈവാത്മാവ് നിയോഗമുള്ളൊരു വാക്കെന്നറിയാമോ? ഞാൻ വെറുതെ ആത്മീയ വിഷയത്തിൽ കുറെ ഭൗമികത്തിൽ വഴി തുറക്കാൻ പോകുന്നു ഇങ്ങനൊക്കെ പറഞ്ഞ് പെന്തിക്കോസുകാരെ ഇളക്കുന്ന ഒരു തരം ഉഡായിപ്പ് പ്രസംഗങ്ങളോട് എനിക്ക് യോജിപ്പില്ല ദൈവദാസന്മാരെ, ദൈവമക്കളെ. ഞാൻ അതിൽ ശരിയല്ലെന്ന് പറയുകയല്ല, അത് ശരിയാ. നീ പ്രാപിച്ചോന്നേ, നിനക്ക് തന്നെ ഒരു രാജ്യം ദൈവം തീർന്നെഴുതി തന്നാൽ നീ അവിടുത്തെ രാജാവായി വാണു. പക്ഷേ എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കാനുള്ളത്, ഇന്നു രാത്രി കർത്താവ് വന്നാൽ ഈ ഹോള് കാലിയായിരിക്കണം, ഇവിടെ നമ്മുടെ കുടുംബങ്ങൾ കാലിയായിരിക്കണം, ഒന്നുപോലും ഇവിടെ കിടക്കാൻ പാടില്ല. ഒരു നിത്യതയുടെ തുറമുഖത്ത് എത്തത്തക്കവണ്ണം ഒരു സവിശേഷ ബന്ധം. ഇന്ന് രാത്രികാലം അതാ നമ്മുടെ വലിയത്, അല്ലാതെ ഈ ഭൂമിയിലുള്ള എന്തെങ്കിലും അല്ലെന്ന് എന്ന് ഞാൻ പറഞ്ഞ വിശ്വസിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയും എന്താണെന്നറിയാമോ? അതിലേക്കുള്ള യാത്രയാ. കർത്താവേ, നീ വന്നാൽ ഞാനും കൂടെ കാണുമോ, എന്നെ കൂടെ കൊണ്ടുപോകുമോ? ഉപവാസ പ്രാർത്ഥന അതാ സവിശേഷതയേറിയ ഒരു നിയമം ദൈവം നമുക്ക് തന്നേക്കുക. അതിന്റെ ലാഭം പറയാനാണ് ഞാൻ ഇത് ഇത്രയും പറഞ്ഞത്. എന്താ ലാഭം എന്നറിയാമോ? ഒന്ന്, മോശയ്ക്ക് കനാൻ ദേശത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ഇറക്കമുണ്ടായിരുന്നു. പക്ഷേ പോയില്ലെന്ന് മാത്രമല്ല, പുള്ളിക്കാരെയും എല്ലാവരെയും ഒന്നും കൊണ്ടുപോകാൻ പോലും പറ്റിയില്ല. പുള്ളിയും പോയില്ല, ആരെയും കൊണ്ടുപോകാൻ പറ്റിയില്ല. നടന്ന അത്ഭുതത്തിന് വല്ല കാണക്കൊണ്ടു. പുസ്തകത്തിലെ വാക്ക് പറയാം, ഞാൻ മിസ്രൈമിൽ എൻ്റെ അത്ഭുതങ്ങളെ പെരുകിപ്പിക്കും. ജനത്തെ പെരുക്കിയതുപോലെ അത്ഭുതം പെരുകിച്ച് അത്ഭുതത്തിൻ്റെ പരമകോടിയിൽ നിർത്തി അടയാളങ്ങളാൽ ഇറക്കിത്തിരിച്ച മോശയ്ക്ക് കനാൻ ദേശം, ഐഹിക കനാൻ കരസ്ഥമാക്കാൻ കഴിയാതെ പോയെങ്കിൽ, പുതിയ നിയമ വിശ്വാസിയെ, എന്നെയും നിന്നെയും ചൂണ്ടി ഇന്ന് രാത്രി ദൈവാത്മാവ് ചോദിക്കുകയാ, നമുക്കൊരു സവിശേഷ നിയമം ദൈവം തന്നു. അതെന്താ? നിയമത്തിന്റെ വെളിച്ചത്തിൽ അപ്പുറം കിടക്കാം. വിശേഷതയേറിയ ഒരു നിയമം. എന്താ? പുതിയ നിയമത്തിന്റെ ഒരു ദൈവ പൈതലിൽ ദൈവം കൊടുത്ത ഈ നിയമത്തിന്റെ സവിശേഷത, പുതിയ നിയമത്തിന്റെ സവിശേഷത എന്ന് ഒരു വിശുദ്ധ ദൈവ പൈതലും. ഞാൻ ഇന്ന് രാത്രി ദൈവമക്കളോട് പറയട്ടെ, അനുഗ്രഹം വേണം, നീ നിയമം പഠി. നല്ലൊരു വക്കീലാകാൻ എന്തോ പഠിക്കണം? ലോ പഠിക്കണം. എന്നാൽ ഒരു വക്കീലാകത്തേ ഉള്ളൂ. ജയിക്കണമെന്നുമില്ല, കേസ് കിട്ടണമെന്നുമില്ല. പക്ഷേ എന്നാൽ നിയമം പഠിച്ചാൽ രക്ഷപ്പെടുന്ന ഒറ്റ ജനതയുണ്ടെങ്കിൽ അത് ദൈവമക്കളാണ്. ദൗർഭാഗ്യവശാ പറയാം, നമുക്ക് നിയമം അറിയാത്തതുപോലെ ഏത് മനുഷ്യനും പറ്റിക്കാവുന്ന ഒരു കൂട്ടരാരായി.
ഏത് ഉട്ടായ്പം വന്ന് നമ്മളുടെ പ്രസംഗിച്ചു വയ്ക്കും. തട്ട് തരികടകൾ മുഴുവൻ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ നിന്നപ്പോൾ ഒരു പുത്തൻ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ വന്നാൽ നിങ്ങൾ ചെയ്തോ. ഞാനിപ്പോൾ അതിൻ്റെ ജോലി അതല്ലല്ലോ. ഞാൻ പറഞ്ഞു പറ്റേ, ഇപ്പോൾ ഈ ദൈവമക്കളുടെ ഇടയിൽ ഒരു അഭിഷേകം വിതറാൻ പോവുകയാണ്. ഇവരെല്ലാം എഴുന്നേക്കാം. ഞാൻ നോക്കിയപ്പോൾ കാല് വയ്യാത്ത ഡിസ്ക് വയ്യാത്ത അമ്മാമ്മയൊക്കെ മറിഞ്ഞു ചാടി എഴുതിട്ടു. ഇപ്പോൾ ഒരു 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 അനുഗ്രഹത്തിന്റെ പൊടി ഇവിടെ വിതറും. ആ പൊടി വീഴുന്നവർ സ്വർണ്ണപ്പൊടിയാണ്. നമ്മൾ എന്തെടുത്തില്ല. ഇവിടെ വല്ലോ ഇച്ചിരി ഇട്ടുപോയാൽ ഇവര് പോലെ ഇട്ടുവരെ കണ്ടാൽ നമുക്ക് ചതുർത്ഥിയാ, കടിച്ചു തിന്നും. കയ്യേലോ കാതേലോ വല്ലോ സ്വർണ്ണമുള്ളവരെ കണ്ടാൽ നമ്മൾ അലർജിയാ. പക്ഷേ ദാണ്ട് അമ്മാമ്മ വിടുതലിന് വേണ്ടി പൊടി വിതറുന്നിടത്ത് പോയി നിൽക്കുക. ഞാൻ ചോദിച്ചു, സിസ്റ്ററും പോയി നിന്നോ? പിന്നെ വിളിച്ചാല് ഞാൻ പറഞ്ഞു, വിളിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ പോയ? ഞാൻ മാത്രമല്ല, എല്ലാവരും പോയി. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പാസ്റ്റർ എന്താ പറഞ്ഞു? പാസ്റ്ററും ആ സമയത്ത് മിണ്ടാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഇരിക്കാൻ പറയണെന്ന് പറയാൻ വയ്യ. ഇരിക്കവിടെ, ഇനി ബാക്കി ഞാൻ പ്രസംഗിച്ചോളാം. ഞാൻ ബാക്കി പ്രസംഗിച്ചോളാം. നമുക്ക് വേണ്ടുന്നത് ഇവിടെ കിടക്കുന്ന ചില സംഭവം കിട്ടിയാൽ മതി. ഇതിന് വേണ്ടുന്നതാണ് നമ്മുടെ പ്രാർത്ഥന എന്നതുകൊണ്ട്, നമ്മുടെ ആരാധന എന്നതുകൊണ്ട്, വിശ്വാസം എന്നതുകൊണ്ട്, വിശുദ്ധി എന്നതുകൊണ്ട് നമ്മൾ ഇന്ന് പകൽ രാത്രി നമ്മുടെ ഭൗമികവൽക്കരിക്കപ്പെട്ട ഒരു തലത്തിൽ നിൽക്കുകയാണ്. എന്നാൽ എനിക്കിന്ന് രാത്രി നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവ് നിയോഗമുള്ളത്, ഒരു സവിശേഷതയേറിയ നിയമത്തിന് ഉത്തരവാദിത്തമുള്ള ഒരു ദൈവമുണ്ട്. നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവൻ നമ്മുടെ നന്മയ്ക്ക് ഉത്തരവാദിയുണ്ട്. ഈ നിയമത്തിനൊരു ഉത്തരവാദിയുണ്ട്. ഞാൻ ആ വചനത്തെ ഒന്ന് തെളിയിച്ച് സംസാരിക്കാനായിട്ട് സമയം എടുക്കുക, ഒത്തിരി എടുക്കത്തില്ല. പക്ഷേ ആ നിയമവും നമ്മുടെ ബന്ധമായി എനിക്ക് പ്രധാനമായും പറയാനായിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം ദൈവമക്കളെ, ഇവിടുത്തെ ഏതെങ്കിലും ഒരു നിയമം, ഇപ്പോഴത്തെ വാട്സപ്പും ഫേസ്ബുക്കും, ബന്ധുക്കോസുകാർക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേദപുസ്തകം വായിക്കാൻ നേരമില്ല. വാട്സപ്പിലെ പ്രസംഗം കേൾക്കും. അതെളുപ്പോ. പ്രസംഗം കേൾക്കല് അസുഖമാണ്. കാരണം അങ്ങ് എടുത്തു വെക്കുക. എടാ, പലരും എന്തുവാ പ്രസംഗിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. ബരോവയിലുള്ളവർ ഉത്തമന്മാരായിരുന്നു ആരെക്കാൾ. വായിച്ചേ, അവിടെ പറയുന്നൊരു വാക്കുണ്ട്, അവർ കേട്ട വചനം അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കാൻ പോയി. ദൈവമക്കൾക്ക് വേണ്ടുന്നത് വേദപുസ്തകം കേൾക്കുക മാത്രമല്ല, കേട്ടത് വീട്ടിൽ ചെന്ന് ഒന്നുകൂടെ നോക്കേണ്ടതാ ദൈവവചനം. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നമുക്ക് ഈ വേദപുസ്തകത്തിന്റെ കൂടെ ഇരിക്കാൻ എത്ര നേരമുണ്ട്? വണ്ടി 4 പ്രാവശ്യം കഴുകും, നമ്മുടെ ദേഹം 2 പ്രാവശ്യം കഴുകും, 3 നേരം ആഹാരം കഴിക്കും, 3 പോയാൽ 3 ഷർട്ടും അത് 3 ടൈപ്പ് തേച്ചുകൊണ്ട് പോകും. ഇതിനൊക്കെ നമുക്ക് നേരമുണ്ട്. നമുക്ക് ആകെ നേരമില്ലാത്ത ഒരു കാര്യം പിള്ളേരോട് ചോദിച്ചു നോക്കിയും, ഫിസിക്സ് പഠിക്കാൻ നേരമുണ്ട്, കെമിസ്ട്രിക്ക് നേരമുണ്ട്, മാത്സിന് നേരമുണ്ട്, കമ്പ്യൂട്ടറിന് നേരമുണ്ട്. ഈ വേദപുസ്തകം പഠിക്കാൻ നോക്കി. കുടുംബ പ്രാർത്ഥന ശ്രദ്ധിച്ചിട്ടുണ്ടോ? മക്കൾ പറയും, അച്ഛാ 2 ദിനം ഓർത്താന്തോ ഇന്ന് വായിക്കണ്ട, കുഞ്ഞിന് പരീക്ഷയാ, സങ്കീർത്തനം വായിച്ച് പെട്ടെന്ന് പ്രാർത്ഥിയില്ലേ. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ ഫാദറിനൊക്കെ ഉണ്ടായിരുന്നു അസുഖം. എൻ്റെ ഫാദർ ഇപ്പം നിത്യത വിശ്രമിക്കുന്നു. അങ്ങ് പ്രാർത്ഥിക്കും. ഭൂലോകത്തിലുള്ള ഭക്തന്മാർ, അന്ധകടാഹങ്ങളിൽ നിൽക്കുന്ന 5 മൂണ്ടെങ്കിലുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. അവൻ ഞങ്ങളിങ്ങനെ നോക്കും, ഇത് നിർത്തുന്നില്ലല്ലോ. അപ്പൊ ഭയങ്കര പാടാ. അവൻ ഭൂലോകവും പാടുള്ള വിശുദ്ധന്മാർ, ആഫ്രിക്കയിലെ മിഷണറി, ചത്തുപോയ മാർട്ടിൻ ലൂതർ, എന്തു വേണ്ട ഈ മനുഷ്യർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും. അവർ പ്രാർത്ഥിക്കുന്ന പരമാർത്ഥവുമായിട്ടാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, അങ്ങനെ പ്രാർത്ഥിക്കുന്നെന്ന് കേട്ടത് അപ്പനും അമ്മയും പ്രാർത്ഥിക്കുമ്പോഴാ. പക്ഷെ ഞാൻ ഇന്ന് രാത്രി ശുശ്രൂഷയുടെ വഴികളിൽ നിന്നപ്പോൾ ഒരു കാര്യം ബോധ്യമായി. അവര് പ്രാർത്ഥിച്ചത് മാർട്ടിൻ ലൂതറിന് വേണ്ടിയും അങ്ങനൊക്കെയാണെങ്കിലും അന്ന് അങ്ങനെ തുടങ്ങി വെച്ചതിന്റെ ഗുണം ഇന്ന് കുടുംബജീവിതം നയിക്കാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായി പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അതിന്റെ ഗുണം ഞാൻ അനുഭവിച്ചു തുടങ്ങി. പരീക്ഷയായാലും പാട്ടായാലും നേട്ടമായാലും പാടേണ്ട പാട്ട്
രണ്ട് പാട്ടും പാടി അവൻ 2 പുസ്തകവും വായിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് പോയാൽ മതി എന്ന് വിശ്വസിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത് അത്ര പഠിത്തമൊന്നുമില്ലാത്ത അവൻ ഡിഗ്രികൾ പാസ്സാകാത്ത അപ്പനും അമ്മയും കാണിച്ചു തന്ന ഒരു മാതൃകയാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ദൈവമക്കളോട് പറയട്ടെ, നമുക്കൊരു സവിശേഷ നിയമം ഉണ്ടെന്നറിയാമോ? ആ നിയമത്തിനൊരു പ്രത്യേകത ഉണ്ടെന്നറിയാമോ? ആ നിയമവും നമ്മളും തമ്മിലുള്ള ബന്ധമൊക്കെ നോക്കി. ഞാനിന്ന് രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, ഈ പുസ്തകത്തിന്റെ മുൻപിൽ ഇരിക്കാൻ എത്ര പേർക്ക് നേരമുണ്ട്? സ്തോത്രം. ദൈവമക്കളെ, പരമാർത്ഥം പറയും, ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കാനുള്ള പ്രാർത്ഥനാ വിഷയം ദൈവത്തോട് ചോദിച്ചിട്ട് പറയാം. ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പം ഞാൻ ഒറ്റ വർഷം അസംബ്ലി സൂപ്രണ്ടിന്റെ അന്ന് സൂപ്രണ്ടായിരുന്ന ഫാസ്റ്റർ TJ സാമുവലിനെ അസിസ്റ്റ് ചെയ്തു. എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കണ്ടത് അതാ. ആ ഒരു ദൈവദാസനോട് 1 വർഷം അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ പുള്ളിയെ കണ്ടിട്ടുണ്ട്. പുള്ളിയെ കണ്ടുപിടിച്ചൊരു കാര്യമാണ്, പുള്ളി 17-18 വർഷം അന്ന് 1998 സംഭവം ഞാൻ ഈ പറയുന്നത്, 98-97 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് അദ്ദേഹം 16 വർഷമായിട്ട് വേദാധ്യാപകനാണ്. അന്ന് ഇന്നത്തേക്ക് 20 വർഷം പുറകിൽ അന്ന് 16-18 വർഷം അധ്യാപകനാണ്. അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, തൻ്റെ വീട്ടിൽ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. രാവിലെ 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കുക, അലാറൊന്നും വേണ്ട. അവൻ കൈയടിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കേട്ടാൽ ഹല്ലേലൂയാ ഹല്ലേലൂയാ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കേട്ടാൽ അതിശയമാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ബൈബിൾ വായിച്ചിട്ട് പോകുമ്പോൾ ഞങ്ങൾ ചില യോഗങ്ങൾക്ക് ഞാൻ കൂടെ പോയിട്ടുണ്ട്. പോകുമ്പോൾ ഡ്രൈവറിനോട് പറയും, വണ്ടി നിർത്ത്, ഇറങ്ങിപ്പോവും. എന്നോട് പറയും, ഇറങ്ങിപ്പോവും. എന്നിട്ട് പുള്ളി ആ യോഗത്തിനുള്ള ദൂത് ചോദിക്കും. ഒരു ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് യോഗത്തിന് പോവാ. അവിടുത്തെ ഉപദേശി പറഞ്ഞു, രാത്രി യോഗമുണ്ട്, പാസ്റ്റർ വരണം. ഞാനും പോയിട്ടുണ്ട്. കൂടെ ഞാനാ പോകുന്നത് ബാഗിന് പിടിക്കാൻ. അങ്ങനെ പോകുന്ന യാത്രക്കിടയിൽ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത് ഒരു ഹോളിനകത്തൊരു യോഗം. പുള്ളി ഒരു ദൂതൊരുങ്ങി, ആ ദൂതും ഒരുങ്ങിക്കൊണ്ട് അവിടെ ചെന്നപ്പം പുള്ളിയോട് പറയുന്നു, സാറേ സ്റ്റേജ് ഇതാ. അവൻ ചോദിച്ചു, നിങ്ങൾ കൺവെൻഷനാണോ? ആണ്. ഞാൻ വീട്ടിൽ പോവാം. അതെന്താ? ഞാൻ ആ ദൂതം കൊണ്ടല്ല വന്നേ. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് കൺവെൻഷൻ പ്രസംഗിക്കാനുള്ള ദൂത് ചോദിച്ചല്ല. നിങ്ങൾ എന്നോട് ഒരു പ്രാർത്ഥനയ്ക്ക് വരാൻ പറഞ്ഞു, ഞാൻ അതിന് ദൂത് ഒരുങ്ങി വന്നു. ഞാൻ ഓർക്ക നമ്മളാണ് എന്താ പറയും, കൺവെൻഷന്റെ സാധനം അടുത്ത വേറെ കൊണ്ട് കയറ്റിയിടുന്നു, ഒരു പേപ്പർ വലിച്ച് അടുത്ത ഡിസ്ക് ഇടുന്നു, പ്രസംഗിച്ച് വീട്ടിൽ പോകുന്നു. പക്ഷെ ഞാൻ അദ്ദേഹത്തിൽ കണ്ടൊരു പ്രത്യേകതയാ, അവിടെ പുള്ളി പോകത്തില്ലെന്ന പുള്ളി അവസാനം പുള്ളി ഒരു ഞാൻ പ്രസംഗിക്കണോ യോഗ ഇവിടെ ഉണ്ട്. കാരണം ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ട് നിങ്ങളോട് പറയാൻ വന്ന ദൂതാകാ. ഇങ്ങനൊരു ശീലം ജീവിതത്തിൽ 1 വർഷം കിട്ടി. 1 വർഷം അതെന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഭാഗ്യമായി കരുതുകയാ. ജീവിതത്തിൽ ദൈവമക്കളെ, നമ്മൾ കേട്ടത് എവിടെയെങ്കിലും മറിച്ചും തിരിച്ചും അടിച്ചാൽ പ്രസംഗം കൊഴുക്കും കേട്ടോ. ഒരൊറ്റ നല്ല പ്രസംഗം മാറി 10 പ്രാവശ്യം പ്രസംഗിക്കുമ്പോഴത്തേക്ക് കൈതടക്കമുള്ള ഒരു പ്രസംഗിയായി മാറും. പക്ഷേ ദോഷം ഞാൻ പറയാം, പുസ്തകം അറിയാൻ മറന്നുപോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ദൈവദാസന്മാർ പലരും പോലും അവൻ വേദപുസ്തകത്തിന്റെ മുൻപിൽ ഇരുന്ന് വചനം വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ശുശ്രൂഷകന്റെ ഏറ്റവും അടിസ്ഥാന യോഗ്യത അവൻ യെരമ്യാ പ്രവചനം 23-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവിന്റെ കൗൺസിലിൽ ഇരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം തമ്പുരാന്റെ കൗൺസിൽ എന്ന വാക്ക കൊടുത്തേക്കുന്നത്. എന്റെ ആലോചന സഭയിൽ അവർ ഒന്ന് വന്നിരുന്നെങ്കിൽ, അവർ എന്റെ ആലോചന സഭയിൽ വന്നിട്ട് ജനത്തോട് പറയാനുള്ളത് ഒന്ന് കേട്ടിരുന്നെങ്കിൽ, അങ്ങനാണെങ്കിൽ ഒരു ദൈവദാസൻ വചനം വായിക്കാൻ എവിടെയെങ്കിലും അല്ല പോകേണ്ടത്. ദൈവം തമ്പുരാന്റെ ഒരു കൗൺസിലുണ്ട്. കൗൺസിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു വ്യക്തിയല്ല, അതിനകത്തൊരു പ്രസിഡന്റ് കാണും, അതിനകത്തൊരു സെക്രട്ടറി കാണും, ഒന്നിൽ കൂടുതൽ അംഗങ്ങൾ കാണും. ഏത് കൗൺസിലിലാ 4-മനായി ഞാൻ പോകുന്നറിയാമോ? പിതാവാം ദൈവവും പുത്രനാം ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഇരിക്കുന്ന കൗൺസിലിലേക്ക് ഈ പുസ്തകവും എടുത്തുകൊണ്ടുപോയി ഇരുന്ന് കേട്ടിട്ട് ജനത്തിന് കൊടുക്കാവൂ എന്ന ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ ഓർത്തു നോക്കിയാൽ, നമ്മൾ ഒരു പകലിന്റെ മണിക്കൂറുകളിലും രാത്രിയുടെ നിമിഷാർത്ഥങ്ങളിലും എത്ര നേരം ദൈവവചനത്തിന്റെ അടുക്കൽ പോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഈ ആണ്ടിന്റെ അവസാനം എനിക്ക് നിങ്ങളോട് ഉഴുതുമറിക്കുന്ന ഒത്തിരി ചിന്ത പറയാൻ നിവൃത്തിയില്ല. പക്ഷെ ഒന്ന് പറയാനുണ്ട്, ഒരു സവിശേഷതയേറിയ നിയമം ദൈവം നിനക്ക് തന്നിരിക്കുക. അതിന്റെ സവിശേഷത പറയാം. ഇത് പ്രമാണിക്കുന്നവൻ നിത്യതയിൽ ചെല്ലും. ഇത് പ്രകാരം ജീവിക്കുന്നവൻ തോറ്റുപോകത്തില്ല. ഇത് പ്രകാരം
ജീവിക്കുന്നവൻ പരാജയപ്പെടത്തില്ല. ഇതിൽ പ്രകാരം ജീവിക്കുന്നവൻ നഷ്ടപ്പെട്ടു പോകത്തില്ല. ഒരു സൈന്യം നിന്റെ നേരെ പാളയമിറങ്ങിയാലും നീ തോറ്റുപോകയില്ല. നിനക്ക് ജയം നിശ്ചയമാ. നിന്റെ വഴി വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതിരുന്നാ മതി. ജീവകാലത്ത് നിന്റെ നേരെ നിൽക്കാൻ ഒരുവനും കഴിയാത്ത വിധം. ഞാനിത് രാത്രി ദൈവമക്കളോട് ചോദിക്കട്ടെ, ഈ പുസ്തകവും നമ്മളും തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ. നമ്മുടെ അപ്പന എന്റെ ജനന ബീജമാ വിശിഷ്ട വചനം. അത് പറയുന്നു, യാക്കോബിന്റെ ലേഖനം എന്ന് പറയുന്നു, കെട്ടുപോകുന്നതല്ല കെടാത്തതും ഉൾനട്ടതുമായ ജീവനുള്ള ദൈവവചനത്താൽ നീ ജനിച്ചിരിക്കൊണ്ട്. എന്നെ ജനിപ്പിച്ചത് മാത്രമല്ല ഈ വചനം, ഇതെന്നെ വളർത്തുന്നത്. ആര് പറഞ്ഞു? പത്രോസ്ലീഹ പറയുന്നു, അവൻ മായമില്ലാത്ത വചനമെന്ന പാല് കുടിച്ച് ക്രിസ്തുവിന്റെ തലയോളം അന്ന് എന്നെ ജനിപ്പിച്ചത് ഈ വചനമാണെങ്കിൽ ഈ വചനം എന്നെ വളർത്തുന്നതാ. ഇനി വളർത്തുന്നത് മാത്രമാണോ, ഈ വചനമാ എന്നെ കാക്കുന്നത്. ആര് പറയുന്നു? 1-ാം സങ്കീർത്തനം പറയുന്നു, യഹോവ എന്റെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നത് സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ലെന്ന് പറഞ്ഞിട്ട് യോശുവയുടെ പുസ്തകത്തിലേക്ക് പറഞ്ഞാൽ 1-ാം അധ്യായം 8-ാം വാക്യം കൂടെ ചേർത്ത് പറഞ്ഞാൽ ഇങ്ങനെ പറയും, നിന്നെ കാക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ എന്റെ വചനം വിട്ടു മാറരുത്. ഒരുത്തനും നിന്നെ തൊടുകയില്ല. എന്തുകൊണ്ട് ഇന്ന് നാളുകളിൽ നമ്മുടെ കുടുംബങ്ങളിലും നമ്മളിലും നാശം ശത്രുവിനെ വിതയ്ക്കാൻ പറ്റുന്നറിയാമോ? നമ്മുടെ ദൈവവചനത്തിന്റെ കരുത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 20-ാമത്തെ രാത്രി എനിക്ക് നിങ്ങളോട് പറയാൻ, ദൈവാത്മാവിൽ ദൈവനിയോഗം ഒരു സവിശേഷതയേറിയ നിയമം ദൈവം നിനക്ക് നൽകിയിരിക്കുക. ആ നിയമത്തിന്റെ പ്രത്യേകത എന്താ അറിയാമോ? ഈ നിയമത്താൽ ജനിക്കുകയും ഈ നിയമത്താൽ വളരുകയും ഈ നിയമത്താൽ കാക്കപ്പെടുകയും ഈ നിയമത്തിന്റെ നിശ്ചല സ്വർഗത്തിലും പ്രാപിക്കുന്ന ഒരൊറ്റ ജനമുണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമാണ്. പക്ഷെ ഇന്നത്തെ കാലത്തുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത, പുസ്തകം പോലും ചുമ്മാ ദൈവമക്കൾക്ക് മടിയാണ്. അതും മൊബൈൽ ഫോണിൽ ഒതുക്കി. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, വേദപുസ്തകം തുറക്കുന്നത് പോലും വളരെ വിരളമായി നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. പുസ്തകം തുറക്കാറില്ല. വേറെങ്കിലും ആരെങ്കിലും പ്രസംഗിക്കുകയാണെങ്കിൽ അവർ പ്രസംഗിച്ചോട്ടെ. ഞാൻ പലപ്പോഴും പാസ്റ്റർമാരെയും ഒക്കെ കാണുന്ന ഒരു പ്രത്യേകതയാണ്, വേദപുസ്തകം അവർ തുറക്കാറേ ഇല്ല. ചിലരാരും കൊണ്ടുവരാറേ ഇല്ല. ഞങ്ങളുടെ പ്രസ്ബിറ്ററിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളെ ആദ്യം ചോദിക്കും, ബൈബിൾ കൊണ്ടുവരാത്ത മാസ്റ്റർമാരെല്ലാം എഴുന്നേക്ക് പുറത്തു പോകും. അതെന്താ? പ്രസ്ബിറ്ററി ആണെങ്കിലും ബൈബിൾ കൊണ്ടേ വരാമെന്ന് അവിടുത്തെ നിയമം. കാരണം ഇതില്ലാതെ ആരും നടക്കണ്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്. ഇത് സത്യമായതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഇപ്പം അതിനകത്ത് ആയിരിക്കുന്നത്. ഈ സാധനം ചുമ്മിക്കൊണ്ടേ പോകുന്നവര് പറഞ്ഞു, ആ ഡയറി എടുത്തോണം, പിന്നെ കൂട്ടത്തിൽ ബൈബിളും എടുത്തോണം. ഞാൻ ചോദിച്ചു, പ്രസ്ബിറ്ററി അല്ലേ? അതെ, പ്രസ്ബിറ്ററി കേറ്റണേ, ബൈബിൾ കൊണ്ടുവരണം. കാരണം ഇതൊരു നിയമം വെച്ചേക്കാം. സ്വത്രം, അതിനായി സ്വത്രം. ഇത് ചുമ്മാൻ ദൈവം തന്ന ഭാഗ്യമാണ്, നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. ഇതൊരു അധികപ്പറ്റാന്ന് തോന്നുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് നമ്മുടെ അനുഗ്രഹമാണെന്ന് കരുതി ഇത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി കഴിയുന്നുണ്ട് ദൈവമക്കളെ? ഇനി വചനവും അനുഗ്രഹവും തമ്മിലുള്ള ബന്ധം. നമ്മുടെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം എന്താണെന്നറിയോ? ദൈവവചനവും നമ്മൾ തമ്മിലുള്ള ബന്ധമാണ്. രണ്ട് തെളിവ് പറഞ്ഞ് ഞാൻ ആ ഭാഗം ക്ലോസ് ചെയ്യാൻ പോവാം. അവൻ അതിൽ ഒരു 3 വാക്യം എനിക്ക് വായിക്കേണ്ടതുണ്ട്. അത് നിങ്ങളോട് 1-2 വാക്യം നിങ്ങളോട് ഒരു ദൈവാലോചനയായി പരിശുദ്ധാത്മാവിനോട് പറഞ്ഞതാ. 3 വാക്യം വായിക്കുന്നു. ഞാൻ ആ ഭാഗത്തിന് ഒരൊറ്റ വിശദീകരണം നൽകുന്നു, നിർത്തുന്നു. ഒന്നാമത് ആലോചന ദൈവാത്മാവിനോട് പറഞ്ഞ ഒരു ദൈവ ശബ്ദം കൂടി ഞാൻ ഇതിനകത്ത് ചേർക്കുക. യോവേലിന്റെ പ്രവചനം പെട്ടെന്ന് എടുത്താട്ടെ. അവൻ യോവേലിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ, ഞാൻ ആ വചനം ഒന്നെടുത്തോട്ടെ. യോവേലിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. അങ്ങനെ നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും
എണ്ണയും നൽകും. നിങ്ങൾ അതിനാലങ്ങ് തൃപ്തി പ്രാപിക്കും. ഇന്ന് ക്രിസ്ത്യ ജീവിതത്തിൽ ദൈവമക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പോരാട്ടം എന്താണെന്ന് ചോദിച്ചാൽ ഈ അതൃപ്തിയാണ്. ഒരു 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 ചോറുണ്ടാ പോലും ഒരു മോന്തയ്ക്ക് ഒരു എന്തില്ല, ഒരു തെളിച്ചില്ല, പപ്പടം ഇല്ലായിരുന്ന പോലെ, പിന്നെ പരിപ്പ് കറിയില്ലായിരുന്നു, സാമ്പാറിന് നീളപ്പൊടി, ഒരു നല്ല സന്തോഷം പലരുടെയും മുഖത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ നോക്കി, നിങ്ങൾക്ക് ഈ ശീലമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ശീലമുണ്ട്. നല്ലോണം ഒന്ന് കുളിച്ച് കഴിയുമ്പോൾ ഏമ്പക്കം വരും. അത് പാസ്റ്ററെ, അത് ശരീരത്തിന്റെ ശാസ്ത്രമായി. ഏത് ശാസ്ത്രമായാലും പറയും, അത് ശരിയാണ്, ശരീരശാസ്ത്രമായിട്ട് ബന്ധമുണ്ട്. നല്ലവണ്ണം തലയിൽ എണ്ണ പൊത്തി നല്ലവണ്ണം തണുത്ത വെള്ളത്തിൽ കുടിച്ചാൽ നമ്മുടെ ശരീരം തണുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഒരു റിയാക്ഷന്റെ ഒരു പ്രതികരണമാണ്. ഇനി നിങ്ങൾ ചോദിച്ചു നല്ലവണ്ണം ചോറുണ്ട് നോക്കി, ഒരു ഏമ്പക്കം വിടത്തില്ലേ? ഇത് രണ്ടും ശീലം ഉണ്ടെങ്കിലും മൂന്നാമത്തെ ശീലമുള്ളവർ മാത്രം ഒരു സ്വത്രം പറയണം. നല്ലവണ്ണം ഒന്ന് പ്രാർത്ഥിച്ചെഴുന്നേറ്റ് ഒരു നല്ല പ്രാർത്ഥന രാവിലെ കൊണ്ട് എഴുന്നേറ്റ് ഒരു നല്ല പാട്ടൊക്കെ കൊണ്ട് പാടി ആരാധിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വചനം ഇടപെട്ട് തപ്പിപ്പൊടിച്ച് രാവിലെ അതൊന്ന് വായിച്ച് ബലമേറ്റെടുത്തൊന്ന് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് നോക്കി. മനോരമ വായിക്കുന്നതിൻ്റെ വിഷമം മാറിക്കിട്ടും. മനോരമ വായിച്ചാൽ 1-ാം പേജിൽ ഉന്നാവയിൽ കത്തി ഉത്തർപ്രദേശിൽ കൊന്നു എന്നൊക്കെ. 1-ാം പേജിൽ തലക്കെട്ട് ഏതെങ്കിലും ചുമന്ന വഴി കണ്ടാൽ തന്നെ അറിയാം 10 പേര് ചത്ത കേസാ. അതാ നമുക്ക് ആദ്യം തിരക്കുന്ന. പക്ഷേ ശരിക്കൊന്ന് പ്രാർത്ഥിച്ചു നോക്കി, ശരിക്കും നമുക്ക് തൃപ്തി ഉണ്ടാകും. ദൈവമക്കൾക്ക് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പോരാട്ടം എന്താന്ന് ചോദിച്ചാൽ പൈശാചിക പോരാട്ടമൊന്നുമല്ല. ഒന്നിനും എന്തില്ല, ഒരു തൃപ്തിയില്ല. തമ്പുരാൻ പറയുക ഇസ്രായേലിനോട്, ഞാൻ ജനത്തിന് തൃപ്തി നൽകും. പാസ്റ്റർ, ഇത് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു ദൂതായോണ്ടാ ഞാൻ അത് ഇതിനകത്ത് വചനമുണ്ടേ, വചനമായി തൃപ്തി തരുന്നേ, അതിനാ ഞാൻ അത് പറഞ്ഞു വിടുത്തത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ പറയുന്നു, ഞാൻ എൻ്റെ ജനത്തിന് ഒരു തൃപ്തി തരും. തൃപ്തി കിട്ടിയവരാരാ നോക്കണം, തൃപ്തി പ്രാപിച്ചത് എങ്ങനാ നോക്കണം. ഇതുമായി വചനത്തിലുള്ള ബന്ധം പറയണം, നിർത്ത്. ഇനിയും തൃപ്തി കിട്ടിയവർ ആര്? തൃപ്തി കിട്ടാൻ ഒരർഹതയും ഇല്ലാത്തവർക്ക് ആ തൃപ്തി കിട്ടിയേ. ആരാ തൃപ്തി? തുള്ളൻ തിന്നത് വെട്ടിക്കിളി, വെട്ടിക്കിളി തിന്നത് പച്ചപ്പുഴു തിന്നത് വീട്ടിൽ. ഇങ്ങനെ നാശത്തിന്റെ പൈതൃകങ്ങളുടെ വഴി. ഞാൻ ഈ പറഞ്ഞ യോവേൽ പ്രവചനം 1-ാം അധ്യായമാണ്. നാശത്തിന്റെ പൈതൃക വഴിയിലൂടെ ഒന്നിൽ നിന്ന് അടുത്ത നഷ്ടം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ആ വാക്യം ഒന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അല്പനേരം ഇരുന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ചപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞ വചനമായതുകൊണ്ട് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യം പെട്ടെന്ന് വായിക്കും. നിങ്ങൾ യോവേൽ പ്രവചനം 1-ന്റെ 1-ും 2-ഉം 1-ന്റെ 2-3 ഇത് കേൾപ്പി. നിങ്ങളുടെ കാലത്തോ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ചു പറയാം. ഞാൻ ഈ പുസ്തകം വായിക്കുമ്പോൾ മാത്രം ഒന്ന് പറയാനായിട്ട് സമയം എടുക്കുന്നത് ക്ഷമിക്കണം, സമയമില്ല. ഞാൻ ആ സമയം കണ്ടാ പ്രസംഗിക്കുന്നത്. യോവേൽ പ്രവചനത്തെ കുറിച്ച് പഠിച്ചാൽ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം ആരെഴുതി എന്നുണ്ടെങ്കിലും എഴുത്തുകാരൻ ആരാ, ഏത് കാലഘട്ടത്തിലാ, ഏത് രാജാവാ ഭരിച്ചത്, എന്തിനാ ഭരിച്ചത്, എന്താ പ്രവചന ലക്ഷ്യം, ഇതൊന്നും മനസ്സിലാകാത്ത ഒരു പ്രവചനമാണ്. അതുകൊണ്ട് വേദപണ്ഡിതന്മാരൊക്കെ പറയുന്നു 1-2 അധ്യായം യോവേൽ എഴുതി, 3-ാം അധ്യായം വേറെ ആളാണോ എഴുതി എന്നൊക്കെയുള്ള ഭയങ്കര തർക്കങ്ങൾ ഇതാണ് നടത്തിക്കുന്നത്. എന്തായാലും ഞാനിത് യോവേൽ എഴുതുന്നത് വിശ്വസിക്കുക. പക്ഷെ ഞാൻ ഈ പുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കാനും പഠിക്കാനിരുന്നപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയ ഒരു കാര്യമുണ്ട്. ഇതെന്തുകൊണ്ടാ പെന്തക്കോസ്ത് നാളിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സഭയിൽ പകർന്ന ആദ്യ ദിവസം പത്രോസ് എഴുന്നേറ്റ് ഒരു തകർപ്പൻ പ്രസംഗം പ്രസംഗിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന അസാധാരണ വിഷയത്തെ പരിചയപ്പെടുത്താൻ വേറൊരു പുസ്തകമല്ല എടുത്തത്, ഈ യോവേൽ പ്രവചനമാണ്. അതിന്റെ 2-ാം അധ്യായം 31 തൊട്ടുള്ള വാക്യങ്ങളാണ് അന്ന് പത്രോസ് അധികരിച്ച് പ്രസംഗിച്ചത്, ആസ്പദമാക്കി പ്രസംഗിച്ചത്. ആ പ്രസംഗ വിഷയം പറയുമ്പോൾ 1-ാം അധ്യായത്തിലേക്ക് വരിക. ഇത് നിങ്ങളോട് പറയണം, നിങ്ങൾ അറിയണം, ഇത് നിങ്ങളുടെ മക്കളോട് പറയണം, ജനിക്കാനിരിക്കുന്ന മുഴുവൻ തലമുറയോടും. എന്ന് വെച്ചാൽ മനുഷ്യരാശി എവിടേക്ക് ഉണ്ടോ അവിടെ തലമുറകളെല്ലാം അറിയേണ്ട ഒരു സത്യം വിളിച്ചു പറയുകയാണ്. 1-ാം അധ്യായം നഷ്ടക്കച്ചവടം
കുറിച്ച് പറയുക. ഇസ്രായേലിനുണ്ടായ നഷ്ടത്തിന്റെ 3 വഴികൾ അതിന്റെ 3-ാം വാക്യം പറയുന്നു. ഒന്ന് എന്തുവാ? തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളിയും, വെട്ടിക്കിളി ശേഷിപ്പിച്ചത് വിട്ടിലും, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴുവും തിന്നു. ചുരുക്കി പറഞ്ഞ പുരോഹിതന്മാർക്ക് കാര്യമില്ല. മദ്യപാന്മാർ അഥവാ ഇസ്രായേലിന്റെ പ്രധാന പാനീയമായ വീഞ്ഞ് അതവരുടെ രസപാനീയമായി മാറിയപ്പോൾ അവരുടെ ആ പാനീയം കിട്ടാത്ത ആ ജനത്തിന് ബുദ്ധിമുട്ട്. അവന്റെ 1-ാം അധ്യായത്തിന്റെ അതിന്റെ 10-ാം വാക്യം 16-ാം വാക്യം വായിച്ചാൽ, 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിച്ചാൽ വായിച്ചേ. ആഹാരവും സ്വോത്രം ദൈവമക്കളുടെ ഇടയിൽ നിന്ന്, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകാത്ത നിങ്ങളുടെ സന്തോഷവും ഉല്ലാസവും കടന്ന് കെട്ടിക്കിടക്കുന്നുണ്ടാവും. അവൻ ചിലർക്ക് സന്തോഷവും ഉല്ലാസവും ഇല്ലാത്ത ഒരു വലിയ കൂട്ടം എന്ന് വെച്ച തൊട്ടടുത്തിരിക്കുന്ന ശോശാമ്മയുടെ മുഖത്ത് നോക്കി ഒരു ചിരി പോലും വരാത്ത ഒത്തിരി ദൈവമക്കളുടെ കൂട്ടം ഇന്ന് സഭകളിലുണ്ട്. എന്തിന്? തൊട്ടടുത്ത ശോശാമ്മ സ്വന്തം ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി ഒരു ചിരി പാസാക്കിയിട്ട് എത്ര കാലമായി. ഇനി ഭർത്താവ് കയറി വരുമ്പോ ചിരിച്ചോണ്ട് അച്ഛാ എന്നൊന്ന് വിളിച്ചിട്ട് എത്ര നേരായി, എത്ര നേരമല്ല എത്ര നാളായി. സത്യം പറഞ്ഞ പിള്ളാരെ മര്യാദയ്ക്ക് അവൻ മനസ്സ് തുറന്ന് നിറഞ്ഞ് സന്തോഷത്തോടെ, ഇന്നത്തെയൊക്കെ പത്രങ്ങളിലേക്ക് എഴുതിയേക്കാം, രാവിലെ 3 മിനിറ്റും രാത്രി 3 മിനിറ്റും ഉറങ്ങുന്നതിന് മുമ്പ് 3 മിനിറ്റും, മൊത്തത്തിൽ ആ 9 മിനിറ്റ് മക്കൾക്ക് വേണ്ടി കളഞ്ഞോണേ മാതാപിതാക്കൾക്ക് ഉപദേശം. എപ്പം? രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് വരുമ്പോൾ വായൊന്നും കഴുകിയിട്ടില്ലേലും അടുത്ത് വിളിച്ച് അടുത്ത് നിർത്തി ഒരു സ്വതന്ത്രമൊക്കെ പറഞ്ഞ് തൊഴിലോടൊക്കെ ചെയ്ത് ഇന്നെന്തുവാ സ്കൂളിൽ പോകുന്നതെന്നൊക്കെ ചോദിച്ച് അവരെ കൊണ്ട് അടുത്ത് നിർത്തി കെട്ടിപ്പിടിച്ച് നിർത്തി ഒന്ന് പ്രാർത്ഥിപ്പിച്ച് ആ സ്നേഹം ഒന്ന് കൊടുത്തോണമെന്ന്. അങ്ങനെ ഇന്ന് കൊടുക്കണമെന്ന് പറയാൻ കാര്യം, അതിനു മുമ്പേ കുഞ്ഞുണരുന്ന മുമ്പേ അപ്പൻ ചന്തയിൽ ചെന്ന് കഴിയും. അന്നത്തെ ഒരു കാലമായി. ഇന്നത്തെ കാലത്ത് പിള്ളേർ എഴുന്നേക്കുന്ന മുമ്പേ അപ്പനും അമ്മയും തലമെടുത്തൊരു കാലത്തെത്തിയോണ്ടാ ഇത് പറയുന്നത്. ഉച്ചയ്ക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പേ അച്ഛന് കൊച്ചിനെ അടുത്ത് പിടിച്ച് തൂത്ത് നിർത്തിയിട്ട്, മോനെ ദൈവം സഹായിച്ചല്ലോ, സ്വോത്രം, ദൈവം പിടിവിച്ചല്ലോ, എന്തി അമ്മ എന്തി അപ്പൻ എന്തി എല്ലാവരും ഒന്ന് കണ്ട് കൂട്ടുകാരനാണ് നാട്ടുകാരെന്നൊക്കെ ചോദിച്ച് ഒരു സ്വോത്രം പറഞ്ഞോണ്ടെന്ന് മൊത്തത്തിൽ ഒരു ദിവസം അപ്പനും അമ്മയ്ക്കും ഗവൺമെന്റ് അല്ല അറിയാവുന്ന മനഃശാസ്ത്രജ്ഞർ പറയുന്നു 9 മിനിറ്റ് മക്കൾക്ക് വേണ്ടി മാറ്റിയാൽ വേണമെങ്കിൽ 10-20 വയസ്സ് വരെ കുഴപ്പമില്ലാതെ കൊണ്ടു നടക്കാം എന്നൊരു ശാസ്ത്രമായി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറഞ്ഞതിന്റെ പിന്നെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ 9 മിനിറ്റ് മക്കൾക്ക് വേണ്ടി കളയാൻ നേരമില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നമ്മുടെ ആലയത്തിൽ സന്തോഷവുമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് പെന്തിക്കോസുകാർക്കൊക്കെ തമ്മില് നമ്മളൊക്കെ പാടുന്ന പാട്ട് എന്തുവായിരുന്നു? എനിക്കുണ്ടേലെന്നാ എനിക്കില്ലേലെന്നാ എന്റെ കർത്താവ് സ്വർഗത്തിലുണ്ടെന്ന് പാടുന്ന നടുകൊണ്ടെന്ന് നമ്മള് ഇന്നിപ്പോ മാറിപ്പാടേണ്ടി വരുന്ന ഒരു കാലത്ത് എത്തി നിൽക്കുകയാ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇല്ല. എനിക്കുള്ള നിയോഗം അടുത്തൊരു വാക്കാണ്. എനിക്ക് പറയാനുള്ളത് 17-ാമത്തെ വാക്കാ. എന്നിട്ട് ഞാൻ ഇതിനെ വചനത്തോടൊന്ന് ചേർത്ത് ബന്ധിക്കാൻ പോവാ. വായിച്ചു 17-ാം വാക്യം. വിത്ത് കട്ടകളുടെ വിത്ത് എന്തോന്നറിയാമോ? അടുത്ത തലമുറ നാളെ ഫലം തരേണ്ടുന്ന തലമുറ ഏതിന്റെ ഇടയിൽ കിടന്ന് കെട്ടുപോകുക? കട്ടകളുടെ ഇടയിൽ. ഈ കട്ട മാറ്റാനുള്ള മാർഗം എന്തുവാ? അയ്യോ പാസ് ഞാനത് പറയാം, ഒരു ചുറ്റിയെ കൊണ്ട് ഇറങ്ങണം, പൊട്ടിച്ച് കളയണം. അങ്ങനായാൽ അവസാനം നിന്റെ കണ്ണിലും പൊടി വീഴും, ആകെ ബഹളമാകും. കട്ട ഉടയ്ക്കാനുള്ള മാർഗം ചുറ്റികയല്ല, വേറൊരു മെതിവണ്ടിയല്ല. പുസ്തകം ഇട്ടിട്ടുണ്ട്, ഒരു മഴ പെയ്യാൻ പ്രാർത്ഥിക്കണം. ഒരു മഴ, ഭൂമിയെ നനയ്ക്കുന്ന ഒരു വലിയ മഴ. ആ മഴയ്ക്ക് വേദപുസ്തകം ഇട്ടിരിക്കുന്ന പേരാ പരിശുദ്ധാത്മാവെന്നൊരു ഭയങ്കര പേര്. ആ പരിശുദ്ധാത്മാവെന്ന ഭയങ്കര പേര് വരുമ്പോൾ വീഴുന്ന വെള്ളം കട്ടയുടെ മണ്ടയിലാ വീഴുന്നത്. പക്ഷെ അതിന്റെ കീഴിൽ ഒരു വിത്ത് കിടപ്പുണ്ട്. ഈ വിത്ത് അവൻ പൊട്ടി പുറപ്പെട്ടു വരാൻ സമ്മതിക്കാതെ കട്ടിയായി കിടക്കുന്ന മണ്ണൊക്കെ ഈ മഴവെള്ളം വീണ്, അഭിഷേകമെന്ന ആത്മമഴ വീണ് ഒന്ന് ഇളകും മാത്രമല്ല പൊടിയുക മാത്രമല്ല ഒന്ന് മാറുമ്പോഴുണ്ടല്ലോ ഈ കിളിർക്കെട്ടുന്ന വിത്തുണ്ടല്ലോ പെട്ടെന്ന് തലപൊളിക്കും. ആമേൻ, അതങ്ങ് പുറത്തു വരും. ദൈവാത്മാവ് ഇന്ന് രാത്രി സഭയോട് പറയാൻ എന്നെ ഏൽപ്പിച്ചൊരു ദൂതും കൂടെ ഇതിനോട് ചേർത്ത് പറയുക. ഒരു ശക്തമായ അഭിഷേകം ഒരു ദൈവ പൈതലിന്റെ ഇടയിൽ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ വ്യാപരിക്കും എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ദൈവമക്കളെ, നമ്മൾ വിചാരിച്ച വീട്ടിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാവും രാത്രിയിലെ. ഇന്ന് രാത്രി ഇപ്പൊ സമയം 8:30, ഇപ്പം തോന്നുക മട്ടൻ ബിരിയാണി കഴിക്കണം തോന്നി
തോന്നിയാൽ, ആഞ്ഞു പിടിച്ച വാശിയാണെങ്കിൽ കുണ്ടറെ പോയി ഉള്ളടക്കൊന്ന് പോയി മേടിച്ചോണ്ട് വന്ന് തണുത്തതാണേലും പോലുമില്ല അതിനെ നമ്മൾ ചൂടാക്കി ഉഗ്രൻ ബിരിയാണി വെച്ചാൽ ഇന്ന് രാത്രി നമ്മൾ കഴിക്കും. മീൻ പൊള്ളിച്ച് തിന്നണമെന്ന് വെച്ചാൽ അങ്ങനെ തിന്നും. ഞാൻ ചോദിക്കട്ടെ, അഭിഷേകം വേണമെന്ന് നമ്മളൊന്ന് വാശി പിടിച്ച്, ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ എന്റെ ദൈവമക്കളോട് പറയാറുണ്ട്, നിങ്ങളുടെ ഇടയിൽ അഭിഷേകം വേണമെന്ന് നിങ്ങൾക്കൊരു ആഗ്രഹം വേണം. എനിക്ക് ആത്മാവിൽ ആരാധിക്കണമെന്ന് ഒരാഗ്രഹം വേണം. ഒരു മഴ പെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം വേണം. അവൻ ഒരു മഴ പെയ്യണമെന്ന് ഏലിയാവിന് ആഗ്രഹമുണ്ടായെന്ന് അവൻ പറഞ്ഞു, എനിക്ക് മഴയുടെ മുഴക്കം പോരാ, എനിക്ക് മഴയുടെ വാഗ്ദത്തം പോരാ, എന്റെ ഇടയിൽ ഒരു മഴ പെയ്തേ പറ്റൂ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 20ാമത്തെ രാത്രി നിങ്ങൾക്കൊന്ന് നിർബന്ധം പിടിക്കാമോ? ഒരു ദൈവപ്രവൃത്തി എന്റെ സഭയിൽ വെളിപ്പെട്ടേ മതിയാകൂ. ഒരു ആത്മമഴ എന്റെ കുടുംബത്തിൽ വെളിപ്പെട്ടേ മതിയാവൂ. കർത്താവേ, ചില തലമുറകൾ വിത്ത് കട്ടകളുടെ ഇടയിൽ കിടക്കുകയാ. പൊട്ടിക്കിളിർത്ത് പുറത്തു വരേണ്ടുന്ന ചില അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ വീടിന്റെ കട്ടകൾക്കുള്ളിലോ സഭയുടെ കട്ടകൾക്കിടയിലോ കുടുംബ പാരമ്പര്യങ്ങളുടെ കട്ടകൾക്കിടയിലോ കിടന്ന് ഞെരുങ്ങുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഒരു സവിശേഷതയേറിയ നിയമം നിന്നോട് വിളിച്ചു പറയുന്നു. അഭിഷേകം വ്യാപരിക്കാൻ നീ പ്രാർത്ഥിക്കുമെങ്കിൽ, ദൈവ സാന്നിധ്യം വ്യാപരിക്കാൻ നീ പ്രാർത്ഥിക്കുമെങ്കിൽ, നിന്റെ കുടുംബത്തിൽ അതൊരു ദൈവപ്രവൃത്തിയായി വെളിപ്പെട്ടു വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിന്റെ നാവിന്റെ തുമ്പിൽ ദൈവം തന്ന അന്യഭാഷയില്ലേ? നിന്റെ കൈകളിൽ തന്ന ദൈവകൃപയില്ലേ? നീ കൈ ചേർത്തടിക്കുമോ അവിടെ വ്യാപരിച്ച ഒരു സൗഖ്യമില്ലേ ദൈവമൈതലേ? അതിന് രാത്രി നീ ഒന്ന് പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ ആത്മാവിന് രാത്രി പറയുന്നു, അവൻ വിത്ത് കട്ടകളെ ഇടയിൽ കെട്ടുപോകില്ല. ഞാനിത് രാത്രി സഭയോട് ഈ ദൂത് വിളിച്ചു പറയാം. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞതുകൊണ്ട് ഈ വചനം ഇതിനകത്തോട്ട് ചേർക്കുന്നത്. എന്നെ നിർബന്ധിച്ചത് യോവേൽ പ്രവചനം മാത്രം പ്രസംഗിക്കാനാ. ഞാൻ ഇന്ന് രാത്രി അതിലേക്ക് മാത്രം പോകാതെ ഈ ദൂത് നിങ്ങളോട് വിളിച്ചു പറയുന്നത്, എവിടെയെങ്കിലും നാശമുണ്ടാകുന്നെന്ന് തോന്നുന്നെങ്കിൽ, എവിടെയെങ്കിലും നഷ്ടമുണ്ടാകുന്നെന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് ആഞ്ഞു പിടിക്കുന്നേ, ഒന്ന് മത്സരിച്ച് ആരാധിക്കാൻ തയ്യാറാകുന്നേ. എന്റെ ദൈവം പ്രവർത്തിക്കുമെന്ന് നീ വിശ്വസിക്കുന്നേ. ആത്മാവിനു രാത്രി ദൈവസഭയോട് വിളിച്ചു പറയുന്നു, ഒരു വിടുതലുണ്ട്. ഒറ്റപ്പെടുത്തുമെന്ന്, തകർച്ചു കളയുമെന്ന്, പരാജയപ്പെടുത്തി അയക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളികളെ പരിശുദ്ധാത്മാവ് കണ്ടിട്ട് പറയുന്നു, ഇല്ല, ദൈവം അതിന്റെ മേൽ ജയം തരുന്ന ദൈവമാ. ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞോടെ ഒരു സവിശേഷതയേറിയ നിയമം എനിക്ക് നിനക്കുമുണ്ട്. നിന്റെ തലമുറ നശിക്കുമെന്നോ, നിന്റെ കുടുംബം ഇല്ലാതായി പോകുമെന്നോ, നിന്റെ ജീവിതത്തിൽ നാശമുണ്ടാകുമെന്നോ ശത്രു വെല്ലുവിളിച്ചാൽ നീ ഇന്ന് രാത്രി ഭയക്കരുത്. നിനക്കൊരു ജയം ദൈവം പ്രോമിസ് നൽകുകയാ. അത് മറ്റൊന്നിന്റെയുമല്ല, ദൈവാത്മാവിന്റെ അവൻ വ്യവസ്ഥയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ അവിടെ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. മനസ്സിനോട് നൽകുന്ന ഒരു ആലോചനയും കൂടെ ഞാൻ ഈ ഇന്ന് രാത്രി ഇത് പറയാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്ന ഒരു ശബ്ദമാണ് ഞാൻ ഈ പറയുന്നത്. അതെന്താണെന്നറിയാമോ? ഒരു കാലഘട്ടങ്ങളെ അവൻ പരാജയപ്പെടുത്തി അവസാനിപ്പിക്കും. ജീവിതത്തിന്റെ ഒരു കാലഘട്ടം ഞാൻ ഇടും, അത് തോൽവിയുടെ കാലഘട്ടമാണെന്ന് വെല്ലുവിളിക്കുന്ന, തോൽപ്പിക്കുമെന്നും തോറ്റ് തലതാഴ്ത്തി ഇറങ്ങിപ്പോകേണ്ടി വരുമെന്ന് വെല്ലുവിളിക്കുന്ന ചില അന്ധകാര ശക്തികളുണ്ട്. പരാജയപ്പെടുത്തുമെന്ന് വാദിക്കുന്ന ചില വാദങ്ങളുണ്ട്. പക്ഷെ ഇന്ന് രാത്രി പറയുന്നു, ഒരു സവിശേഷതയേറിയ നിയമത്തിന് നീ ഉത്തരവാദിയാ, നീ ഉടമയാ, നീ അതിന് അധീനനാ. ഇന്ന് രാത്രി പറയുന്നു, ആര് വിചാരിച്ചാലും ഈ നിയമം നിനക്ക് അനുകൂലമാ, ഈ നിയമം നിന്നെ രക്ഷിക്കുന്ന നിയമമാ, ഈ നിയമം നിന്നെ കൈവിടുന്ന നിയമമല്ല, ഈ നിയമം നിന്നെ വളർത്തുന്ന നിയമമാ. അത് നിന്റെ കുടുംബത്തിന് വിടുതൽ നൽകുന്ന നിയമം തന്നെയാ. അത് നിന്റെ ജീവിതത്തിന് വിടുതൽ നൽകുന്ന നിയമം തന്നെയാ. അത് നിന്റെ ശരീരത്തിന് വിടുതൽ നൽകുന്ന നിയമമാ. എത്ര പേര് വിശ്വസിക്കുന്നു? വിരലിൽ നിന്റെ സൗഖ്യം കിടപ്പുണ്ട്, നിന്റെ ഈ നാവിൽ നിന്റെ വിടുതൽ കിടപ്പുണ്ട്, നിന്റെ കണ്ണുകളിൽ ദൈവത്തിന്റെ ദർശനം കിടപ്പുണ്ട്, നിന്റെ മുട്ടുകളിൽ നിന്റെ വിടുതൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പ്രവാചകനെ ശിഷ്യനെ അയച്ചിട്ട് പറഞ്ഞു, മഴയുടെ മുഴക്കമുണ്ടല്ലോ, നീ ഒന്ന് നോക്കാൻ പറഞ്ഞു. അവിടെ പറയുന്നൊരു വാക്കുണ്ട്, അവിടെ ഒന്നും കാണാനില്ല. സ്തോത്രം. ഒന്നും അവിടെ കാണാനില്ലെന്ന് പറഞ്ഞിടത്ത് പിന്നെ എന്തേ ഒരു കൈപ്പത്തി പോലെ, ഒരു കൈ പോലെ ഒരു മേഘം കാണാൻ വന്നത്? അത് എവിടെ നിന്ന് വന്നതാണെന്നറിയാമോ? അവന്റെ കാലുകൾക്കിടയിൽ ആ തല വന്നിട്ട് അവൻ പ്രാർത്ഥിച്ചപ്പോ കർത്താവിന്റെ ആത്മാവ് ആ കാലുകൾക്കിടയിൽ അവന്റെ
അവൻ മുഖം അന്വേഷിച്ചപ്പോൾ ഇന്നു രാത്രി അവിടെ കാണാതെ നീതടത്ത് ഒരു ദൈവപ്രവൃത്തി കണ്ടെങ്കിൽ ഈ 100 സഭയോട് വിളിച്ചു പറയുന്നു, ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തിയുടെ കാലം വിദൂരമല്ല. നിന്റെ മുട്ടുകളിലെ കാലുകൾക്ക് അവൻ ഉള്ളിൽ ഒരു വിടുതൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നിന്റെ കൈകളിൽ ഒരു സൗഖ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. നിന്റെ നാവിൽ തുമ്പിൽ ദൈവം തന്ന അഭിഷേകമില്ലേ? എത്ര പേര് വിശ്വസിക്കുന്നു? എന്റെ നാവിൽ ദൈവം തന്നൊരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിൽ ഒരു സൗഖ്യം കിടപ്പുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? എന്റെ നാവിൽ ഒരു സൗഖ്യം, എന്റെ നാവിൽ തുമ്പിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൽ ഒരു രോഗശാന്തി വ്യാപരിക്കുന്നുണ്ടെന്ന് എത്ര പേര് രാത്രി തിരിച്ചറിയുന്നു? ഞാൻ ഇതിനെ വചനവുമായി ബന്ധിപ്പിച്ചില്ലെന്നുള്ള സത്യം ഞാൻ പറയാം, എന്നാൽ ഞാൻ വാക്കാൽ മാത്രം പറയാം. നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിച്ചോണം. യെരമ്യാ പ്രവചനം 31-ാം അധ്യായം. ആ 31-ാം അധ്യായം ഇങ്ങനെ പറയുന്നു, എന്റെ ജനം ദൈവത്തിന്റെ നന്മയുടെ തൃപ്തിയിലേക്ക് വരും. സ്തോത്രം. ആ നന്മയിൽ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കാൻ ഞാൻ നിവർത്തിയുള്ളൂ. ഞാൻ ആ ഭാഗം അങ്ങനെ പറയുന്നില്ല. നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിച്ച് വായിച്ചോണം. യെരമ്യാ പ്രവചനം 31-ാം അധ്യായം. അതിൽ ഒന്നോട്ട് താഴോട്ട് വരുന്നു, വാളിന് തെറ്റിയൊഴിയ ജനം. ഇതെവിടെയാ പ്രൂവ് ചെയ്തെന്നറിയാമോ? നമ്മൾ മുമ്പേ വായിച്ച 8-ാം അധ്യായം എബ്രായ ലേഖനമുണ്ടല്ലോ, അതിന്റെ 11 താഴോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇതും വീട്ടിൽ പോയി വായിര്. ഈ 2 വാക്യങ്ങൾ ചേർത്ത് കിടപ്പുണ്ട്. അവിടെ പറയുന്നു, ഒരു സവിശേഷതയേറിയ നിയമം ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നു. നിങ്ങളുടെ ഈ നിയമത്തിന്റെ പ്രത്യേകത എന്തെന്നോ? ന്യായപ്രമാണം നിങ്ങളുടെ ഉള്ളിലാക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു നാളുണ്ടാവും. അർത്ഥം, ഒത്തിരി കായ്ക്ലേശമല്ല നിന്റെ വിടുതലിന്റെ തടസ്സം. നിന്റെ ഉള്ളിൽ വീഴേണ്ടുന്ന ഫലം തരേണ്ടുന്ന ചില ദൈവവചനത്തെ എടുത്തു കളയുന്ന ചില ഇരുട്ടുകളുണ്ട്. നിന്റെ ഉള്ളിൽ വീഴുന്ന വചനത്തെ ഡൈവേർട്ട് ചെയ്യിച്ചു കളയുന്ന അന്ധകാര ശക്തി കൊണ്ട് ഞാൻ ഈ പുസ്തകം പഠിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്ക് പറഞ്ഞൊരു പാഠമുണ്ട്. അവൻ മറിച്ചു കളയുക എന്നൊരു പദം. മറിച്ചു കളയുക അർത്ഥം എന്തെന്നറിയാമോ? തന്നെ ഈ സ്റ്റാൻഡ് ഇങ്ങനെ ഇരുന്നാൽ ഇത് സ്റ്റാൻഡാണ്. എന്നാൽ ഇത് നേരെ തല തിരിച്ചിട്ടേ ഇതിന് സ്റ്റാൻഡ് എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ മറിച്ച് കളയുന്ന ഒരു വിഷയമുണ്ട്. അങ്ങനെ മറിച്ച് കളയുന്ന വിഷയങ്ങളിൽ ഒന്നേതാണെന്നറിയാമോ? യെരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവർ എന്റെ വചനത്തെ മറിച്ചു കളയുന്നു. മറിച്ചു കളയുന്നു വെച്ചാൽ വചനം അതിന്റെ ആഴങ്ങളിൽ ആകണ്ടുപോലാകാൻ കഴിയാതെ അതിനെ മറിച്ചു കളയുന്ന ഒരു ശക്തി കൊണ്ട്. എന്നാൽ ആ വചനത്തെ നമ്മൾ അതിന്റെ നിലയിൽ ഉൾക്കൊള്ളാൻ പറ്റിയാൽ അത് നിന്നോട് ഇടപെടുന്ന വചനം ചിലപ്പോൾ നിനക്ക് ഇഷ്ടമായിരിക്കത്തില്ല. നിന്നോട് ഇടപെടുന്ന വചനം ചിലപ്പോൾ നിന്നെ കൊള്ളുന്നതായിരിക്കാം. പക്ഷെ അതിന്റെ നിലയിൽ നിനക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റിയാൽ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ആ വചനം നിന്നെ വിടുവിക്കുന്ന ദൈവവചനമാണ്. ആ വചനം നിന്നെ സൗഖ്യമാക്കുന്ന വചനമാണ്. ആ വചനം നിന്നെ കൈവിടുന്ന വചനമല്ല. അതിനെ ചേർത്ത് പറയുന്ന വാക്കാ. അവൻ എബ്രായ ലേഖനം 8-ാം അധ്യായം. ഞാനിത് പറഞ്ഞു നിർത്തിയില്ലെന്നുള്ള തെറ്റി ഞാൻ സമ്മതിക്കുക. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തുകയാ, ആ സവിശേഷതയേറിയ നിയമം നിന്റെ അനുഗ്രഹവുമായി ലിങ്കാണ്. യെരമ്യാ പ്രവചനം 31-ാം അധ്യായം വായിക്കുമ്പോൾ പറയുന്നു, ആട്, മാട്, വീഞ്ഞ്, എണ്ണ എന്ന ദൈവത്തിന്റെ തൃപ്തിയിലേക്ക് എന്റെ ജനം വരും. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങളുടെ നന്മകളുടെ അതിനകത്ത് കാറില്ല, അതിനകത്ത് 8 നില കെട്ടിടമില്ല. കാരണമുണ്ട്. നിനക്ക് തരുന്ന എല്ലാ നന്മയും യാഗപീഠത്തിൽ കൊണ്ടുവല്ലാവുന്ന നന്മകളാണ്. എന്ന് വെച്ചാൽ ദൈവം തരുന്ന നന്മയും നീ അനുഭവിക്കുന്ന നന്മയും തരുന്ന ദൈവവും നിനക്കും തമ്മിലുള്ള ബന്ധത്തിനുള്ളതേ തരത്തുള്ളൂ. അത് നിന്റെ നന്മയാക്കി ദൈവം മാറ്റാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞ വചനത്തെ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുക. ദൈവം ഈ നാളുകൾ നിന്നെ കൈവിടത്തില്ല. ഒരു അഭിഷേകം എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? കുഞ്ഞുങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ ജീവിതത്തെ മാറ്റി എഴുതുവാൻ എന്റെ നിങ്ങൾക്ക് കഴിയത്തില്ലായിരിക്കാം. പക്ഷെ എന്നിൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകം, എന്റെ കുടുംബത്തിൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകം, എന്റെ നാവിൽ ദൈവം തന്നിരിക്കുന്ന ഒരു അഭിഷേകം, അതിന് എന്റെ ജീവിതത്തെ തിരുത്താൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും? ഞാൻ ഇന്ന് രാത്രി ചോദിക്കുന്നത്, എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റും? എന്റെ കൈകളിൽ, എന്റെ കാലുകളിൽ, എന്റെ മുഴങ്കാലുകളിൽ എന്റെ വിടുതൽ ഉണ്ടെന്ന് വിശ്വസിക്കാൻ എത്ര പേർക്ക് പറ്റും? ഞാൻ എന്റെ മുട്ടുമടക്കുമ്പോൾ അവിടെ എന്റെ വിടുതലുണ്ടെന്ന് വിശ്വസിക്കാൻ എത്ര പേർക്ക് പറ്റും? ഞാൻ ഇന്ന് രാത്രി എന്റെ മുറിയിൽ മുട്ടുമടക്കിയാൽ അവിടെ എന്റെ വിജയമുണ്ടെന്ന് വിശ്വസിക്കാൻ